കേരളത്തിൽ മൊത്തത്തിൽ ഒരു ഭരണ വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ജീവിതം തന്നെ വലിയ ഒരു ദുസ്സഹമായ ഒരു ജീവിതത്തിലേക്കായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുപോയിട്ടുള്ളത്. പ്രവാസിയായി തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രവാസം കുടുംബം നോക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് അകാലത്തിൽ മരണപ്പെട്ടു പോവുക, മറ്റൊന്നുമില്ല, വേറെ സമ്പാദ്യങ്ങളില്ല. എലക്ഷന്റെ അവസാന ഘട്ടങ്ങളിൽ പോലും പലപ്പോഴും മാധ്യമങ്ങൾ കൂട്ടം കൂടി നിന്ന് വി ഡി സതീശന്റെ വായിൽ നിന്ന് അത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സാൻ മീഡിയ പ്രസൻസ് അൺപ്ലഗ്ഡ് ടോക്ക് വിത്ത് ഉനൈസ് മൈനാടി എന്ന ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് പ്രവാസി വ്യവസായിയും അതേപോലെ തന്നെ കാസർഗോഡുകാരുടെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ഓടിയെത്താവുന്ന KMCCയുടെ ഒരു മുഖമായ ഹംസ തൊട്ടിയിൽ സാറാണ്. സർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഉനൈസ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ KMCCയുടെ ഒക്കെ ഒരു അവിഭാജ്യ ഘടകമാണ് ഹംസ സാഹിബ്. താങ്കളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട് 10 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആ ഒരു മുഖം എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ഇലക്ഷനും റിസൾട്ടും ഒക്കെ? നമ്മൾ സത്യത്തിൽ ആവേശഭരിതരാണ് നമ്മൾ. കാരണം വളരെ നമ്മുടെ ഈ നിമിഷങ്ങളെന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിലപ്പുറം നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ നേടിയെടുക്കാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷം നമുക്ക് എല്ലാ മുഖങ്ങളിലും, കേരളത്തിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളിലും നമുക്കിന്ന് കാണാവുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് KMCC എന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം ലീഗിൻ്റെ അവിഭാജ്യ ഘടകമാണെങ്കിലും ഞങ്ങൾ സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഘടകമായിട്ടല്ല ഇവിടെ ദുബായിലും അതുപോലെ തന്നെ മറ്റുള്ള എമിറേറ്റ്സിലൊക്കെ KMCC എന്നുള്ള ഒരു നാമം, ആ ഒരു ബാനറിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സത്യത്തിൽ ഞങ്ങളൊരു ചാരിറ്റി സംഘടന അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും മുഖ്യമായ ഘടകം. പക്ഷേ നാട്ടിലുള്ള ഓരോ സംഭവ വികാസങ്ങളും ഞങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു നിലപാടിലേക്ക് ഈ സംഘടന മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ അനുഭവിച്ച ആ ഒരു വലിയൊരു ദുഃഖം, പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്ക് ഒരുപാട് അദ്ദേഹം പ്രലോഭനങ്ങൾ തന്നു. അത് ചെയ്യാം, ഇത് ചെയ്യാം, നിങ്ങൾ വന്നാൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്ത് 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി തരും, വാഗ്ദാനങ്ങൾ തന്നു. പക്ഷെ ഒന്നുപോലും നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിൽ നമ്മുടെ ഒരു ജീവിതം തന്നെ വലിയ ഒരു ദുസ്സഹമായ ഒരു ജീവിതത്തിലേക്കായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുപോയിട്ടുള്ളത്. പ്രത്യേകിച്ച് അതിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്നുള്ള ആ വലിയ ഒരു ആ മനുഷ്യൻ പോലും നമ്മുടെ ഒരു കെയർ എന്ന് ചെയ്തു എന്ന് നമുക്ക് തോന്നിയിട്ടൊന്നുമില്ല. കോവിഡ് കാലത്തൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം, കോവിഡ് കാലത്ത് ഇവിടെ KMCC ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തത് പ്രധാനമന്ത്രി പോലും അഭിനന്ദിച്ച ഒരു കാര്യമാണ്, മുഖ്യമന്ത്രി അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷെ അത്രമാത്രം നിങ്ങൾക്കൊക്കെ അറിയാം ഈ കോവിഡ് കാലത്ത് KMCC ചെയ്ത സേവനങ്ങൾ, അതിൽ ഞങ്ങൾ അഭിനന്ദിച്ച് എന്നല്ലാതെ അതിനുശേഷം KMCCനെ പറ്റി അദ്ദേഹം ഒന്ന് പറയാനോ അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ, ഈ പ്രവാസികളായ ഒരുപാട് ആളുകൾ കോവിഡ് കാലത്ത് നാട്ടിൽ പോയ സമയത്ത് പോലും അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഈ മുഖ്യമന്ത്രി പോയിട്ടില്ല. ശരിക്കും ഒരു പ്രവാസ സമൂഹത്തിന്റെ ഒരു അമർഷം കൂടി ഈ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഹംസച്ചാന്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഉദുമ മണ്ഡലമാണ്. ഈ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന സമയത്തായിട്ട് കൂടി തൻ്റെതായ ഒരു വോട്ടിനും വേണ്ടി ഹംസച്ച പോയിട്ടുമുണ്ട്, ഇലക്ഷൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ പറയും പോലെ ഉദുമ നിയോജക മണ്ഡലത്തിൽ ഇത്രയും വർഷത്തിന് ശേഷമാണ് ഉദുമ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരുന്നത്. താങ്കൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രതീക്ഷ എന്ന് പറയുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഒരു ഭരണ വിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി എന്നുള്ള ആ ഒരു മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ളൊരു വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. പക്ഷെ വോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മാത്രമല്ല KMCC പോയിട്ടുള്ളത്, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. കാരണം എങ്ങനെയെങ്കിലും നമുക്ക് ഈ ദുർഭരണത്തെ നശിപ്പിക്കണം, അതുപോലെ തന്നെ വർഗീയമായിട്ട് ചിന്ത ഉള്ള ആളുകൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമ്മുടെ നാട്ടിനെ രക്ഷപ്പെടുത്തണം. കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അതുപോലെ എല്ലാ മണ്ഡലം നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പെട്ട ഒരുപാട് കഴിയുന്ന ആളുകൾ ഇനി ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് ഇന്നത്തെ ഈ അസന്നിഗ്ധ ഘട്ടത്തിൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചു വരാം, കറക്റ്റ് ഫ്ലൈറ്റ് കിട്ടുമോ എന്ന് പോലും തോന്നിയ നിമിഷത്തിൽ പോലും
നമ്മുടെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം എന്നുള്ള ഒരു ഉത്തമ ബോധം മാത്രമേ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. ചുരുങ്ങിയ കുറച്ച് ആൾക്കാരുകൾ പല മേഖലകളിൽ ബിസിനസ്സും സാമ്പത്തികമായി നല്ല അടിസ്ഥാനമുള്ളവർ എന്നതിലുപരി നല്ലൊരു ശതമാനം സാധാരണക്കാരാണ് കാസർഗോട്ടെ യു എയിലും മറ്റൊക്കെ ഉള്ളത്. എന്നിട്ട് കൂടി അറിയാം ഇപ്പോഴത്തെ ഫ്ലൈറ്റിൻ്റെ ഒരു നിരക്ക് എങ്ങനെയാണ്. എന്നിട്ട് പോലും തൻ്റേതായ ഒരു ജനസമ്മതിതായ അവകാശം നിർവഹിക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യമാണ് ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ. അതിൻ്റെ ഒരു നിർണയത്തിന് വേണ്ടി പോയ ആൾക്കാരാണ്. അത് അഭിനന്ദനാർഹമാണ്. അത് ആര് തന്നെയാണെങ്കിലും തൻ്റെതായ വോട്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ കാസർഗോഡുകാർ സാധാരണ നമ്മൾ അടുത്ത് വരുന്ന ഒരു എയർപോർട്ട് എന്നൊരു മാംഗ്ലൂരാണ്. മാംഗ്ലൂരൊക്കെ ഫ്ലൈറ്റേ ഇല്ല. സത്യത്തിൽ പല ആളുകളും ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് മംഗലാപുരം പോകുക. ഞാൻ പോയത് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നത്, ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടാത്തതുകൊണ്ട് അഹമ്മദാബാദിൽ പോയി, അവിടെ നിന്ന് ബോംബെ, അവിടെ നിന്ന് ഡൊമസ്റ്റിക്കിൽ മംഗലാപുരം, ഒരു 4 എയർപോർട്ട്. ഒരു വിഷം മാത്രമായിരുന്നു കെ നീലകണ്ഠന് ഒരു വോട്ട് കൊടുക്കണം, എന്നാൽ പറ്റുന്ന എൻ്റെ വോട്ടിൽ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ കാൻഡിഡേറ്റ് അത് നഷ്ടപ്പെട്ടു പോയിപ്പോണ്ട് അദ്ദേഹത്തിൻ്റെ നിയമസാമാജിക എന്നുള്ള ആ ഒരു ഇത് നമ്മുടെ ഒരു വോട്ട് കൊണ്ട് നഷ്ടപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടുന്ന് പോയത്. സത്യത്തിൽ അത് നമുക്ക് സന്തോഷം തന്നെ എന്ന്, അല്ലെങ്കിൽ വളരെയധികം സന്തോഷം ഈ ഒരു സന്ദർഭത്തിലാണ്. അതുപോലെ തന്നെ റിസൾട്ടും നമുക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാം കണ്ട റിസൾട്ട് നമ്മുടെ കേരളത്തിൽ 102 മണ്ഡലങ്ങൾ നേടുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ, പണ്ടൊക്കെ പറയാൻ പറ്റില്ല, പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഒരു ചരിത്ര നേട്ടം തന്നെ ഉണ്ടാക്കാൻ. കാരണം എതിര് നിൽക്കുന്ന ആളുകൾ ശക്തിയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മൂന്നാം മുന്നണിയായിട്ട് വന്നിട്ടുള്ള BJPയും ശക്തി കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെയുള്ളൊരു സമയത്ത് ഒരു 102 നിയമസാമാജികരെ സൃഷ്ടിക്കുക എന്നുള്ളത് അത് നമ്മുടെ നാട്ടിലുള്ള UDFൻ്റെ നേതാക്കളുടെ ഒരു മികച്ച കഴിവ് തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ ഇപ്രാവശ്യത്തെ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു മുന്നേറ്റം എന്ന് പറയുമ്പോൾ ശക്തമായ, അല്ലെങ്കിൽ വളരെ വ്യക്തമായി ഇത്രയും MLA-മാരെയും കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സഭയിലേക്ക് പോകുന്നത്. അതും എങ്ങനെ, എനിക്ക് തോന്നുന്ന ഒരു 3 നിയോജക മണ്ഡലത്തിൽ ചുരുങ്ങിയ ഒരു വോട്ടുകളുടെ ഒരു തുലാസിൽ നിൽക്കുന്നു എന്നതിലപ്പുറത്തേക്ക് വളരെ ശക്തമായ മത്സരിക്കുന്ന 27 മണ്ഡലങ്ങളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി കൊണ്ടുവരുന്നു. പേരാമ്പ്രയിൽ യൂത്ത് ലീഗിന് 4. അപ്പോൾ പേരാമ്പ്രയിൽ ഫാത്തിമ തഹിലിയ ആദ്യത്തെ മുസ്ലിം ലീഗിൻ്റെ MLA, വനിതാ MLA. ഒരു കാലത്ത് ഒരു വാർഡ് മെമ്പർ പോലും ഇല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പിന്നോക്ക വിഭാഗത്തിന് ഇല്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ അത് മതേതരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നും കൂടി പറയുമ്പോൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു? അതിൽ നമ്മൾക്ക് ഇപ്പോൾ ഏറ്റവും പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കാരണം സാധാരണ നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു, വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെ കാണാൻ പറ്റിയില്ല എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും കേരള കോൺഗ്രസ് ആയാലും വളരെ ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത്. തോളോട് തോൾ ചേർന്ന് അരയും തലയും മുറുക്കിയിറങ്ങി എന്ന് പറയുന്ന ഭാഷ. അതിൽ മുസ്ലിം ലീഗ് 27 സ്ഥാനാർത്ഥികളെ നിർത്തിയാലും നമുക്കൊരു 25 ഏകദേശം കിട്ടുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. അതിൽ 3 സ്ഥാനാർത്ഥികൾ കപ്പിനും ചുണ്ടിലും ചുണ്ട് എന്ന് പറയുന്ന രീതിയിൽ നഷ്ടപ്പെട്ടു പോയി. 930, 300 ചില്ലറ 3 അപ്പോൾ ഒരു 25 നമുക്ക് കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ അങ്ങനെ കിട്ടിയില്ല എന്നുള്ള ഒരു വലിയൊരു വിഷമം, ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും 21 ആളുകളെ നമുക്ക് നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ള കുഞ്ഞാലി സാഹിബിൻ്റെ നേതൃത്വത്തിൽ 22 ആളുകളെ നമുക്ക് നിയമസഭയിൽ എത്തിക്കാൻ പറ്റി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതായത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളൊക്കെയും ഒരു സൈഡിൽ നിന്നുകൊണ്ട് അക്രമങ്ങൾ പലതരത്തിൽ എങ്ങനെ ഇതിനെ നശിപ്പിക്കാം. വീണ്ടും VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്, ശക്തനായ വീക്ഷണമുള്ള ആ നേതാവ് പറയുന്നു, ഞങ്ങൾ കുടുംബമാണ്, UDF കുടുംബമാണ്, ആവർത്തിച്ച് പറഞ്ഞ് പ്രശ്നങ്ങളില്ലാതെ കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഞാനിത് 100 എന്ന ആ സംഖ്യ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, 100 കിട്ടിയില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ, അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം KMCCയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചർച്ചകളിലുണ്ടായിരുന്നവരായിരിക്കാം. അപ്പോൾ ഈ പറയുന്ന പോലെ ഹംസച്ചാക്ക് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അത് വരെ എത്തും എന്ന് തോന്നിയിരുന്നു. പിന്നെ VD സതീശൻ
പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാക്ക് കേട്ടപ്പോൾ നമുക്കത് എത്തുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഉറച്ചൊരു തീരുമാനമായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം മുഖവിലക്കെടുത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഒരാൾ പോലും ഞാൻ സന്ധിയില്ല സമരം എന്ന് അയാൾ പറഞ്ഞത്. എനിക്ക് വർഗീയ ശക്തിയുടെ ഒരു പിന്തുണയും വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിത്വമാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ആ ഒരു പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന് ഒരു പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ അനുഭവം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകത, അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല പാർലമെൻറ്റിലും അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ ഇത്ര നേടുമെന്ന്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ പൂർണ്ണാധികം ശക്തിയോടെ കൂടി തന്നെ തിരിച്ചു വരുമെന്ന്. ആ രണ്ട് വാക്കുകളും സാധൂകരിച്ച സ്ഥിതിക്ക് നമുക്ക് തോന്നുന്നു ഇതും അദ്ദേഹം പറഞ്ഞതിൻ്റെ അടുത്തേക്ക് എത്തും എന്നുള്ള ഒരു രീതിയിലാണ്. മാത്രമല്ല നമ്മൾ എക്സിറ്റ് പോളിൽ നമുക്ക് 84 പറഞ്ഞിട്ടുള്ളൂ UDF. പക്ഷെ അപ്പോഴും അദ്ദേഹം അവർ പറഞ്ഞതല്ല ശരി, അതിനേക്കാളും കൂടുതൽ കിട്ടും എന്ന് തന്നെയുള്ള ആ ഒരു വലിയ ഒരു ആത്മധൈര്യം അദ്ദേഹത്തിനുണ്ട്. അതൊരു വല്ലാത്ത ഒരു ധൈര്യമാണ് പ്രതിപക്ഷ നേതാവ് കാണിച്ചത്. എലക്ഷൻ്റെ അവസാന ഘട്ടങ്ങളിൽ പോലും പലപ്പോഴും മാധ്യമങ്ങൾ കൂട്ടം കൂടി നിന്ന് വി ഡി സതീശൻ്റെ വായിൽ നിന്ന് അത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആരുടെയൊക്കെ വോട്ട് വേണം വേണ്ട എന്നിട്ട് പോലും ആ ഒരു അവസാന ദിവസങ്ങളിൽ വരെ നമ്മളത് ശ്രദ്ധിച്ചതാണ്. വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടിക്കോട്ടെ എന്നുള്ള ആകാംക്ഷ. പക്ഷേ ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും അദ്ദേഹം ചെയ്തിട്ടില്ല. അതിന് കേരളത്തിലെ വിദ്യാസമ്പന്നരായ മതേതര വിശ്വാസികളായ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുത്തു എന്നതിൽ കൂടുതൽ അതിനെപ്പറ്റി പറയാനില്ല. നമുക്കിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മറ്റുള്ള സംസ്ഥാനത്തെ പോലെയല്ല കേരളം ഒരു മതേതര രീതിയിൽ മുന്നേറാനാണ് കേരളത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. കാരണം മതേതരമായിട്ട് തന്നെ ചിന്തിക്കണമെന്ന് ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റുള്ള എല്ലാവരും ചിന്തിക്കുന്നത് കേരളം ഒരു മതേതര സംസ്ഥാനമായി തന്നെ അറിയപ്പെടുമെന്നാണ്. ആ രീതിയിൽ ചിന്തിക്കുന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു ധൈര്യം മാത്രമല്ല, ഇന്നത്തെ ഈ റിസൾട്ട് തന്നെ അതിനുള്ള ഒരു ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ നമുക്കറിയാം പല സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതേതര സംസ്ഥാനമായി അറിയപ്പെടാനാണ് അത് കാത്തു സൂക്ഷിക്കുക നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യത എന്ന് നമുക്ക് പറയാം. അതേപോലെ KMCCയിൽ ഹംസച്ച സജീവമാണ്. KMCCയിലേക്കുള്ള ആ ഒരു വരവും അതേപോലെ തന്നെ KMCCയുടെ വിഷനും അത് എങ്ങനെയായിരുന്നു ഹംസച്ചാൻ്റെ ഒരു വരവ്? ഞാൻ KMCCയിൽ വരുന്നത് 1999 2000-ലാണ്. 2000 ഞാൻ ആദ്യം വരുന്ന സമയത്ത് കാസർഗോഡ് കുറച്ച് ആളുകളേ ഉള്ളൂ. അത്ര ബാക്കിയുള്ള അധിക ആളുകളും മലപ്പുറവും കോഴിക്കോടും ആയിരുന്നു കൂടുതൽ. അന്ന് ചെറിയൊരു ഓഫീസായിരുന്നു. ഞാൻ ആദ്യമായിട്ട് മണ്ഡലം പ്രസിഡൻ്റായിട്ടാണ് വന്നത്. ഉദുമ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് നമ്മൾ വന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടി കമ്മിറ്റികളൊക്കെ ഉഷാറാകുമ്പോൾ പിന്നെ ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറിയായി വന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി 3 വർഷം അവിടെ നമ്മൾ പ്രവർത്തിച്ചു. പിന്നെ ഞാൻ ജില്ലാ പ്രസിഡൻ്റായിട്ട് 3 ടേം വന്നു. 9 വർഷം 3 ഇങ്ങനെ. പക്ഷേ പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് ഒരു പക്ഷേ എന്താ പറയുക എല്ലാവർക്കും കണ്ടിന്യൂ ആയി. അവസാനം അങ്ങനെ ഒരു തോന്നൽ പിന്നെ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാകും. അതിന് എല്ലാവരുടെയും നിർലോഭമായ പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു, ദുബായ് സംസ്ഥാനം. ഇപ്രാവശ്യം ഇപ്പം കറൻറ്റിൽ ഞാൻ വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുക സംസ്ഥാനം. അതായത് KMCCയുടെ ആ തുടക്കം മുതൽ ഇന്നത്തെ ഈ ഒരു പ്രൗഢിയുടെ ആ ഒരു അവസ്ഥ വരെ കാസർഗോഡ് ജില്ലയിലെ ആ ഒരു തുടക്കം മുതലേ ഹംസച്ച കണ്ടുവരുന്നുണ്ട് ആ ഒരു ടേം. അതിനുശേഷം വലിയ ഓഫീസുകളിലേക്ക് മാറുന്നു, വലിയ വലിയ സ്കീമുകളായി വരുന്നു. ഒരു പരിധിക്ക് അപ്പുറത്ത് പല പ്രസംഗങ്ങളിലും പല എതിർക്കുന്ന ഇരുമുന്നണിയിൽപ്പെട്ടവർ വരെ പറയാറുണ്ട് KMCC ഒരു സമാന്തര ഗവൺമെൻറ് പോലെ പല കാര്യങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ശരിക്കും മുസ്ലിം ലീഗിൻ്റെ ഒരു ഘടകം പോലെ ഒരു പ്രവർത്തിക്കുന്ന KMCCയിൽ പലപ്പോഴും നമ്മൾ UAE കണ്ടുവരാറുണ്ട്. ജാതി മതഭേദമന്യേ KMCCക്ക് അങ്ങനെ ഒരു അതിർവരമ്പ് സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ കാസർഗോഡിൻ്റെ ആ ഒരു KMCCയുടെ ആവിർഭാവം മുതൽ ആ ഒരു തുടക്കം മുതൽ ആൾക്കാർ ഇതിനെ ആകർഷിച്ച് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ KMCC പറഞ്ഞു കൊടുത്ത് നിർബന്ധിച്ച് കൊണ്ടുവരേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അധികവും ഇപ്പം നാട്ടിൽ MSFൽ പ്രവർത്തിച്ചവരാണ് കൂടുതലും ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 50% ആളുകൾ മാത്രമേ KMCCയിലേക്ക് വരുന്നുള്ളൂ. ചിലപ്പം അവരെ ജോലി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ അവർക്ക് അതിൽ സമയം കിട്ടിയില്ലാതെ ബിസി ആയിട്ടുണ്ടാകും.
പല ആളുകളും ഇതിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കുറച്ച് ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അന്ന് യഹിയ സാഹിബ് ഇങ്ങനെയുള്ള മുതിർന്ന ആളുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ വന്നതിന് ശേഷം പിന്നെ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാൻ തുടങ്ങിയത് AMCC എന്ന് പറയും അറിഞ്ഞുകൊണ്ട്, നമ്മളാരും ക്ഷണിച്ചിട്ടൊന്നുമല്ല, അറിഞ്ഞുകൊണ്ട് AMCC പിന്നെ MSF പ്രവർത്തിച്ച ആളുകൾക്ക് അതിൻ്റേതായ ഒരു പിന്നെ പ്രവർത്തന പരിചയം ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ആളുകളായിട്ട് ഇപ്പോൾ KMCCയിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞാൻ ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത മുതൽ ഇപ്പോൾ മണ്ഡലമായാലും ജില്ലയായാലും ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നാട്ടിൽ നടത്താറുണ്ട്. അതിൽ പിന്നെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് ഞങ്ങൾ മെസ്റ്റ് എന്നുള്ള ഒരു വലിയ പ്രോഗ്രാം എക്സാം നടത്തി അവർക്കൊക്കെ ക്യാഷ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ യത്തീംഖാനകളെ കേന്ദ്രീകരിച്ച് പെരുന്നാളിന് നബിദിനത്തിന് പുതുവസ്ത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് ഞങ്ങൾ വർഷത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നാട്ടിലുള്ള മുസ്ലിം ലീഗിൻ്റെ ആളുകളുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരെ കത്തുകളൊക്കെ വന്നാലൊക്കെ ഞങ്ങൾ ഇതിൽ വലിയ ഞങ്ങളുടേതായ സാന്നിധ്യം ഞങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ ഏറ്റവും വലിയൊരു സംതൃപ്തി നിറഞ്ഞൊരു പ്രവർത്തനം വെച്ചാൽ ഞാൻ ഒരു പ്രസിഡൻ്റായ സമയത്ത് ഇന്ന് അവിടെ ഇല്ലാന്ന് തോന്നുന്നു, ചെറുക്കളം ഒരു ബദിരർ നമ്മളെ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായ ഇതുണ്ടല്ലോ നമ്മളെ കോളേജിൻ്റെ സ്കൂളിൽ, അവിടെ ഞങ്ങൾ മാർത്തോമ ബദിര കോളേജ്, അവിടെ ഞങ്ങൾ വർഷത്തിൽ റമദാനിൽ ഞങ്ങൾക്ക് അവർക്കൊരു 10-20-50-40 ആളുകൾക്ക് ഞങ്ങളൊരു ചെറിയൊരു ക്യാഷ് ആയിട്ടുള്ള ഒരു ഇടും. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് നാട്ടിലുള്ള ആളുകൾ പല ആളുകളും അറിയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അറിയുമ്പോൾ അവിടെ രക്ഷകർത്താക്കൾ അവിടെ മക്കളോട് പറയും, നീ MSF ആയിട്ട് പ്രവർത്തിച്ചില്ല, നീ അവിടെ KMCC ആയിട്ട് പോയിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ KMCCൻ്റെ ആ ഒരു ഇതിലേക്ക് പല ആളുകളും കടന്നു വരാൻ ചൊല്ലി ആകർഷിച്ചു വരുന്നു. പിന്നെ ഞങ്ങൾ 2005 ഞങ്ങൾ ഇവിടെ ഒരു വലിയൊരു സ്കീം സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അവിടെ വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, വെൽഫെയർ സ്കീം എന്നുള്ള ഒരു വലിയൊരു ഞങ്ങളൊരു മരണപ്പെട്ട ആളുകൾക്ക് ഒരു 5 ലക്ഷം, രോഗികൾക്ക് ഒരു 50,000, പിന്നെ അതുപോലെ ക്യാൻസൽ ചെയ്ത 2005 മുതൽ സ്റ്റാർട്ട് ചെയ്തു. അതെ ആരംഭിച്ചു 2005 മുതൽ. അതിൻ്റെ നമ്പർ 1 കാസർഗോഡ് ജില്ലയിലെ നമ്പർ 1 നമ്പർ എൻ്റെതാണ്. സ്റ്റേറ്റ് ഭാരവാഹികൾ ഫസ്റ്റ് 13 14-ാം നമ്പർ എൻ്റെതാണ് കാസർഗോഡ് ജില്ലയിൽ. അന്ന് ഞാനാണ് നമ്പർ 1, ഞാൻ ജില്ലാ പ്രസിഡൻ്റായ സമയത്ത്. അപ്പോൾ അത് ഇതുവരെ മുടങ്ങാതെ പോകുന്നുണ്ട്. പക്ഷെ അതിലിപ്പോൾ ഞങ്ങൾ സംഖ്യകൾ കൂട്ടി വന്ന് ഇപ്പോൾ ഞങ്ങൾ മരണപ്പെട്ട ആളുകൾക്ക് 10 കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ സ്കീമിൽ ചേരുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് പേയ്മെൻറ്റ്? പിന്നെ ഇത് കഴിഞ്ഞ കാലം വരെ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഒരു ഇൻഷുറൻസ് പോലെ അല്ല അതിപ്പോൾ നമ്മൾ അതിലിപ്പോൾ ചേരുന്ന ആളുകൾ അതിൽ മെമ്പർ ആളുകൾക്ക് ഒരു 100 ദിർഹംസ് അടച്ച് അതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റും. പക്ഷെ അവർ 70 ദിർഹംസും അവരെ അതിൽ നമ്മളെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് പ്രവർത്തനങ്ങൾക്കും 30 ദിർഹംസ് അവരുടെ അക്കൗണ്ട്സിൽ ബാലൻസ് ആയിട്ട് വെക്കും. അപ്പം നമ്മൾ അതിൽപ്പെട്ട ആളുകൾ ഇപ്പം നമുക്കറിയാലോ മരണം എന്നുള്ളത്, ഒരാൾ മരിച്ചാൽ ഞങ്ങൾ ഈ മെമ്പേഴ്സ് 30 ദിർഹംസ് വരെ അവരൊന്നും കൊടുക്കണ്ട തീരുന്നവരെ. അതിനുശേഷം ഓരോ ആളുകളും 10 ദിർഹംസ് കൊടുക്കണം ഒരാൾ. ഇപ്പം ഞങ്ങളിൽ അതിൽ അന്നത്തെ സമയത്ത് 12,000-15,000 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഓരോളുകളും 10 ദിർഹംസ് ആർക്കും കൊടുക്കാം. പക്ഷെ അതിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മരണപ്പെട്ട ആളുകൾക്ക് 10 ദിർഹംസ് കൊടുക്കുമ്പോൾ അത് കിട്ടുന്നത് വിധവയായ ഭാര്യയ്ക്ക്, കുടുംബത്തിന്, അല്ലെങ്കിൽ എത്തിയും കുട്ടിക്ക്. നമ്മളിപ്പോൾ ഒരു 10 ദിർഹംസ് അവിടെ എത്തിയില്ല. ഞങ്ങൾ വേറെ എന്തും ആരോടും കളക്ട് ചെയ്യുന്നതൊന്നുമല്ലല്ലോ ഞങ്ങൾ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഞാൻ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ ഒരു ഇത് അതിലേക്കുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ 10 ദിർഹംസ് അതിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ എത്തിയും കുട്ടിക്ക് എൻ്റെ 10 ദിർഹംസ് കിട്ടി. നമുക്ക് ഇപ്പോഴും നമ്മളത് ഞങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കമ്മിറ്റി വന്നതിന് ശേഷം ഇന്ത്യയിലൊരു സൊസൈറ്റി ആയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 10 ദിർഹംസിൻ്റെ ഈക്വൽ ഇന്ത്യൻ റുപ്പീസ് 240 അങ്ങനെ എന്തോ വരുന്നുണ്ട്. അത് ഒരാൾ മരണപ്പെട്ട നമ്മളത് ഗൂഗിൾ പേ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. ഓഫീസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഗൂഗിൾ പേ ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ മരണപ്പെട്ട ആളുകൾക്ക് ഏകദേശം വിത്തിൻ 1 മന്ത് നമ്മൾ അവരുടെ വീട്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപയാണ്. പിന്നെ 20 വർഷം പൂർത്തിയാക്കി ഒരാൾ ക്യാൻസർ ചെയ്ത് വന്നത്. ഇപ്പോൾ ഞാൻ 2005 ഞാൻ മെമ്പറാണ്. ഇത് 2026, ഇപ്പോൾ 20 വർഷം എൻ്റെ കഴിഞ്ഞു. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ 5 ലക്ഷം ഇന്ത്യൻ റുപ്പീസ് അവർക്ക് കൊടുക്കും ഒരാൾ ഇതിൽ മെമ്പറായിട്ട് 20 വർഷം റിട്ടയർമെൻറ്റിന്. അതേപോലെ തന്നെ നമ്മളെ ഈ രോഗികൾക്ക് 1 ലക്ഷം അവരുടെ ബില്ല് നമ്മൾ ഇങ്ങോട്ട് കളക്ട് ചെയ്തിട്ട് നാട്ടിൽ എന്തെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ബിൽ കളക്ട് ചെയ്ത് അവർക്ക് അതിൻ്റേതായ ഒരു തുക കൊടുക്കും.
ഏറ്റവും വലിയ ഒരു ഇത് വെച്ചാൽ മരണപ്പെട്ട ഈ സ്കീം തുടങ്ങിയത് 2005 മരണപ്പെട്ടത് ഫസ്റ്റിൽ നമ്മുടെ ഉദുമ മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്, ഒരു ഷാഫിച്ചാൻ്റെ പിന്നെ എന്തോ പിന്നെ പേരുള്ള ഒരാൾ. ഞാൻ ആ വീട്ടിൽ പോയി, എനിക്ക് ഓർമ്മയില്ല, 2006 പരിപാടിയിൽ അവർ മെമ്പറായിരുന്നു. അയാൾ മെമ്പറായിട്ട് ഒരു വർഷം കഴിയുമ്പോൾ മരണപ്പെട്ടു. അപ്പോൾ അയാളെ വീട്ടിലേക്ക് ഞാൻ ആ കാശ് കൊണ്ടുപോയി. വീട്ടിലേക്കല്ല, നമ്മൾ വീട്ടിൽ പോയി സംഗതികളൊക്കെ അന്വേഷിച്ച്. അന്ന് ചെറുക്കളമായിരുന്നു ലീഗിൻ്റെ ജില്ലാ കുടുംബത്തിന് 5 ലക്ഷം റുപ്യ ആ കുട്ടിക്ക് കൊടുത്ത സമയത്ത് അവർ പറഞ്ഞ് പിന്നെ ആ കുട്ടീൻ്റെ കല്യാണം, കുട്ടീൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ ചെറിയ കുട്ടിയെ വന്ന് കളക്ട് ചെയ്ത് കല്യാണം കഴിക്കുന്ന സമയത്ത് അത് വലിയൊരു ഉപകാരമായി. 2005 5 ലക്ഷം മതിയാണല്ലോ ഒരു കല്യാണത്തിന്. അപ്പോൾ അത്ര ആ രീതിയിലേക്ക് അത് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ KMCC ചെയ്യാൻ പറ്റും. തുല്യത ഇല്ലാത്ത, സമാനതകളില്ലാത്ത, പക്ഷെ ഒരുപക്ഷെ ഇപ്പോൾ ഹംസച്ച പറഞ്ഞ പോലെ പ്രവാസിയായി തിരിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ പ്രവാസം കുടുംബം നോക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് അകാലത്തിൽ മരണപ്പെട്ടു പോവുക, മറ്റൊന്നുമില്ല, വേറെ സമ്പാദ്യങ്ങളില്ല. മാസം നമ്മളെ ഒരു ശമ്പളം മുടങ്ങിയാലോ അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു മാസത്തെ തുക കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ട്, പട്ടിണി, വാടക കൊടുക്കാൻ പറ്റാത്ത എത്രയോ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതുപോലെയുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള ഒരു സമാശ്വാസം, തുല്യതകളില്ലാത്ത ഒരു സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിലൊക്കെ അങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കഴിഞ്ഞത്, ഒരുപാട് പേരുടെ കണ്ണീരുകൾ ഒപ്പാൻ സാധിച്ചതിൽ വളരെ അധികം അഭിനന്ദനം അർഹിക്കുന്നു ഈ ഒരു പ്രസ്ഥാനം. 2005 തുടങ്ങിയെന്ന് മുതൽ ഇന്ന് വരെ മുടങ്ങാതെ നടക്കുന്ന ഒരു പ്രവർത്തനമാണത്. പക്ഷെ സാധാരണ നമുക്കറിയാം ചില പ്രവർത്തനങ്ങൾ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഇടക്കാൽ വെച്ചിട്ട് ഒരു ചെറിയൊരു പിന്നെ സ്റ്റോപ്പിങ് വന്നുകൊണ്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും വരാതെ, മുടക്കം വരാതെ രീതിയിൽ 2005 മുതൽ ഇന്നത്തെ ഡേറ്റ് വരെ ദുബായ് KMCC ഈ തുക അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ ഇവിടെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇവരുടെയൊക്കെയും ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ അവരുടെയൊക്കെ സന്തോഷം. അത് പലപ്പോഴും അവരുടെയൊക്കെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ. ഇവിടെ വർക്ക് ചെയ്യുന്ന ഗ്രോസറി, കഫറ്റീരിയ ആളും അവസാനം 60 വയസ്സായി പോകുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത് നമുക്കൊക്കെ അറിയാം. നമ്മുടെ ജില്ലയിൽപ്പെട്ട പല ആളുകളും വലിയൊരു എഡ്യൂക്കേഷനായിട്ട് വന്ന ആളുകളെല്ലാം പണ്ടത്തെ ഒരു 40 കൊല്ലം മുമ്പെല്ലാം വരുന്ന സമയത്ത് അവർ വന്ന ഗ്രോസറി ആയിരിക്കും, അല്ലെങ്കിൽ കഫറ്റീരിയ. ഇവർ പോകുന്ന സമയത്ത് ഇവർക്ക് ഒന്നും ഉണ്ടായില്ല, കുറച്ച് രോഗങ്ങളും കൊണ്ടായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ ആ ആളുകൾക്ക് വളരെ പിന്നെ ഉപകാരമായ ആശ്വാസമായിട്ട് തന്നെ ഈ ഒരു പദ്ധതികളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോഴും മെമ്പർഷിപ്പ് എടുക്കാനും ചേരാനും പറ്റും. സുതാര്യമാണ്, ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഓഫീസുമായിട്ട് KMCC ഓഫീസുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലം കമ്മിറ്റികളുണ്ട്, ജില്ലാ കമ്മിറ്റികളുണ്ട്, അവരെല്ലാം ആരാങ്ങായി അതിൻ്റെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എളുപ്പം ചേരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവമായിട്ടാണ്. അപ്പോൾ KMCCയുടെ ആ ഒരു വിഷൻ, അല്ലെങ്കിൽ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമാവുന്നു, സാമൂഹിക പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ തന്നെ പറയേണ്ടത് ബിസിനസ്സുകാരൻ കൂടിയാണ്. ഒരുപാട് സമയങ്ങൾ അങ്ങോട്ടും പ്രവർത്തനങ്ങളിൽ ഇങ്ങോട്ടും, അതേപോലെ മിനി മാർട്ടുകൾ, കഫറ്റീരിയ, ഹോട്ടൽസുകൾ, അതേപോലെ തന്നെ ടൂറിസം മേഖല, അങ്ങനെ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾ കൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു ടൈം മാനേജ് ചെയ്യുന്നു ഹംസച്ച? ഞാൻ പിന്നെ ദുബായിലേക്ക് വന്നത് 1985 85. നമ്മളവിടുന്ന് പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നെഹ്റു കോളേജിലായിരുന്നു പഠിച്ചത്. പക്ഷേ ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കറിയാം അന്നത്തെ നമ്മുടെ നാട്ടിലുള്ള ഒരു സംഭവ വികാസങ്ങൾ, സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഡിഗ്രി. എന്ത് കോഴ്സായിരുന്നു? ഞാൻ BA ഒക്കെ ഉണ്ടായി, BA എക്കണോമിക്സ് ആൻഡ് എക്കണോമിക്സ് താല്പര്യം കൊണ്ട് എക്കണോമിക്സിലേക്ക് തന്നെ പോയതാണോ? ഒരു സാമ്പത്തിക വിദഗ്ധനെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയോ? അന്നത്തെ സമയത്ത് നമ്മൾക്ക് തോന്നി അതായിരിക്കും നല്ലതെന്ന്. പിന്നെ അവിടെ അന്ന് നെഹ്റു കോളേജിൽ കുറേ ഡിഗ്രീസ് ഒന്നുമില്ല. ഒന്ന് BSc, ഒന്ന് പിന്നെ ഇത് മാത്തമാറ്റിക്സും, വേറൊന്ന് സുവോളജിയും, പിന്നെ ഒന്ന് BA ഹിസ്റ്ററി ആൻഡ് എക്കണോമിക് ഇതായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതാണ് തിരഞ്ഞെടുത്തത്, BA തിരഞ്ഞെടുത്ത്. പക്ഷേ പൂർത്തിയാക്കാൻ പറ്റിയില്ല അന്ന്. പിന്നെ നമ്മൾ MSFൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ വിചാരിച്ച് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ആവശ്യകത, നമ്മളെ പേരൻസ് ദുബായ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഗൾഫിൽ വന്ന് പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊരു ഓഫീസ്, ചെറിയ ശമ്പളത്തിന് ഒരു ഓഫീസ് ബോയ് വിത്ത് ടെലിഫോൺ അറ്റൻഡർ രണ്ടും ഉണ്ട്. ചെറിയ ഒരു ട്രാൻസ്പോർട്ട് ഓഫീസാണ്, ഷാർജയിലാണ് സ്റ്റാർട്ടിങ്. അവിടെ നിന്ന് പിന്നെ അതൊരു വലിയൊരു 85 ഷാർജ ആയിരുന്നോ ദുബായ് ആയിരുന്നോ ഒരു എംപയർ, അല്ലെങ്കിൽ ഒരു ബൂമിങ്ങിൽ നിൽക്കുന്ന? മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഷാർജയായിരുന്നു, പ്രത്യേകിച്ച് കാസർഗോഡ്.
പിന്നെ ഏകദേശം നമ്മൾ കാസർഗോഡ് പിന്നെ റോളയിൽ പോയാൽ ചിലപ്പോൾ ഒരു മലയാളി പിന്നെ എന്താ പറയുക കാഞ്ഞങ്ങാടോ അല്ലെങ്കിൽ കാസർഗോഡോ പോയ ഒരു അനുഭവമായിരിക്കും. അന്നത്തെ ചുറ്റുപാട് ഷാർജയാണ് എല്ലാവരും തിരഞ്ഞെടുത്തത്, പ്രത്യേകിച്ചിട്ട് അവിടുത്തെ വെജിറ്റബിൾ മാർക്കറ്റ്. എൻ്റെ ബ്രദറൊക്കെ അവിടെയാണ് ജോലി ചെയ്തത്, വെജിറ്റബിൾ മാർക്കറ്റിൽ. പക്ഷേ ഞാനെന്ത് ചെയ്തു വെച്ചാൽ അവിടുത്തെ നമ്മളെ ഇതല്ല, അതൊരു പിന്നെ എന്താ പറയുക, അതങ്ങനെ സംഭവിച്ചു എന്നല്ല. അതവിടെ ഞാൻ ഓഫീസിലൊരു 1.5 വർഷമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ഓഫീസ് പിന്നെ അവർ വേറെ ഷിഫ്റ്റ് ചെയ്യുമ്പം ഞാൻ ദുബായിലേക്ക് വന്നു. ദുബായിൽ നമ്മളെ കുറച്ച് ആളുകളുണ്ടായിരുന്നു ഇവിടെ താമസിക്കുന്നത്. അയാൾ എനിക്കൊരു റെഡിമെയ്ഡ് ഷോപ്പിൽ ജോലിയാക്കി തന്നു, ബർദുബയിലായിരുന്നു. അവിടെ ഞാൻ കുറേ വർഷം ജോലി ചെയ്തു. ഒരു തമന്ന എന്നുള്ള ഒരു സിന്ധിൻ്റെ കടയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ മുമ്പ് നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ, ഹിന്ദിയൊക്കെ പഠിച്ചത് അവിടെ നിന്ന്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വർഷങ്ങൾ ജോലി ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഞാൻ അതിലെ മാറി ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു. പിന്നെ വീണ്ടും അവിടെ ജോലി. അങ്ങനെ ഒരു 10 വർഷം ഞാൻ ജോലിയുമായിട്ട് തന്നെ അങ്ങോട്ടും വളരെ നല്ല രീതിയിൽ. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ഒരു ദിർഹമിന് എങ്ങനെയായിരുന്നു വാല്യൂ? അന്ന് നമ്മൾ പോകുന്ന സമയത്ത്, ഞാൻ വരുന്ന സമയത്ത് എനിക്കൊന്ന് 380 ദിർഹംസിന് ഇന്ത്യൻ റുപ്പീസ് 1000. അപ്പോൾ അതെ 380 ഇപ്പോൾ 40 ദിർഹംസ് തന്നെ ഇല്ല, 39. അന്ന് 380. അപ്പോൾ നമുക്ക് അന്ന് ശമ്പളം അത്രയേ ഉള്ളൂ, 1000 ദിർഹംസാണ് ശമ്പളം. പക്ഷെ എന്നാലും നമുക്ക് 1000 റുപ്പീസിന് ഒരുപാട് കാര്യങ്ങൾ നടക്കും. അതെ, നമ്മൾക്ക് അന്ന് വേറെ നമ്മൾ ഒരു ദിവസം നമുക്ക് ഇന്ന് 10 ദിർഹംസ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് നമുക്ക് 3 നേരം ഭക്ഷണം കഴിക്കായി 10 ദിർഹംസ് വേണ്ട. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ പിന്നെ അന്ന് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റൂമിനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു റൂമിന് നമുക്കറിയില്ല, ബാച്ചിലേഴ്സ് താമസിക്കുന്നവർക്ക് 600-700 കൊടുക്കണം. അന്ന് ഞങ്ങൾക്ക് 100 കൊടുക്കേണ്ടല്ലോ. അപ്പോൾ നമുക്ക് അന്നത്തെ ചിലവുകൾ വളരെ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബർദുബയിലായിരുന്നു ജോലി ചെയ്ത സമയത്ത് നമ്മൾ ഈ അവരെ നിലക്ക് പറയില്ല അല്ലേ, നമ്മൾ ക്രീക്ക്. അപ്പോൾ അന്ന് 25 ഫിൽസാണ് അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വരാൻ. ഇപ്പം അപ്പുറം വലിയ പ്രശ്നമില്ല. ഞാൻ താമസം ഇവിടെ ധൈര്യമില്ല, ചെറിയൊരു വാടകയ്ക്ക്, ചെറിയ പിന്നെ വാടകയുള്ള റൂമിലായിരുന്നു ബാച്ചിലേഴ്സിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു 50 ഫിൽസ് മാത്രം മതി. ഇന്നത്തെ പോലെ പിന്നെ ഇതൊന്നും തിരക്കുമില്ലല്ലോ. നാട്ടിലേക്ക് കത്തായിരുന്നു, കത്ത് അന്ന് കത്ത. നമ്മളവിടെ എല്ലാം ഫോണ് വീട്ടിലെല്ലാം വരുന്നത് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു കത്ത് എഴുതിയിട്ട് കാത്തിരിക്കുക. ഇതിപ്പോ വാട്സപ്പില് ഒരു മെസ്സേജ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ റീപ്ലൈ കിട്ടിയില്ല, നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. അന്ന് നമ്മൾ ഒരു ലെറ്റർ എഴുതി പിന്നെ ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് തുറക്കാൻ വേണ്ടി വലിയ ഇതാണ്. അന്ന് ബോക്സ് അല്ലേ, ഇന്നും ബോക്സ് തന്നെ. പക്ഷെ അന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയി എങ്ങനെയെങ്കിലും ചാവി കൊണ്ടുപോയി തുറക്കും. അപ്പോൾ നമ്മളെ ലെറ്ററിലില്ല, നമ്മൾ നിരാശകരായി മടങ്ങിയാണ്. വീണ്ടും പോകും. കത്തുകൾക്ക് അന്നൊരു കാത്ത് നിൽക്കില്ല. പക്ഷെ കത്തുകൾ വായിക്കുമ്പോൾ അന്ന് നമുക്കൊരു ഇന്ന് ഫോൺ ചെയ്തതിനേക്കാൾ ഒരു സുഖമെന്ന് എനിക്ക് തോന്നുന്നു അന്ന് ആ കത്തുകൾ വായിക്കുമ്പോൾ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം ഉമ്മൻ്റെ എല്ലാം കത്ത് വരുന്ന സമയത്ത്, ഉമ്മാൻ്റെ ഉപ്പാൻ്റെ എല്ലാം കത്ത് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഭവം എന്നുള്ളത് തോന്നും. നമ്മൾ അതേപോലെ തന്നെ കിട്ടിയ അന്ന് തന്നെ വൈകുന്നേരം തന്നെ മറുപടി ചെയ്തു. അന്ന് 75 ഫിൽസ് എന്നൊരു സ്റ്റാമ്പിലുള്ളൂ തോന്നുന്നു എനിക്കത്. അപ്പോൾ തന്നെ മറുപടി ചെയ്തു. അപ്പോൾ ഒരു മാസത്തിൽ 1-2 കത്തുകൾ മാത്രമേ എല്ലാ വിശേഷങ്ങളും ഉണ്ടാകും. പിന്നെ ഇന്ന് നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഒരു നിമിഷം കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ അവിടെ സംഭവിച്ചത് പോലും അറിയാൻ പറ്റുന്നില്ല. അന്നത്തെ കാലഘട്ടത്തിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫോൺ സജീവമായത് എനിക്ക് തോന്നുന്നു 1998. എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു 95 ശേഷം. ആ ഒരു കത്തിൽ ഒരു പക്ഷേ പലരുടെയും വേർപാടുകൾ, അങ്ങനെ ഒരു മരണം ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം അറിഞ്ഞ് വിഷമിച്ച അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഹംസച്ചാൻ്റെ ജീവിതത്തിൽ? അന്ന് ഒരുപാട് ആളുകളായിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന പല ആളുകളെയും മരണം നമ്മൾ അറിയുമ്പോൾ ഏകദേശം 1 മാസം കഴിയുമായിരിക്കും. നമ്മൾ പിന്നെ അന്ന് ഇപ്പം ഞങ്ങളുടെ പോപ്പുലേഷൻ്റെ അനുസരിച്ചിട്ട് ഇപ്പം മരണത്തിൻ്റെ ആ ഗഡു കൂടിയതിപ്പം നമ്മളെ എണ്ണം കൂടിക്കൊണ്ട് വരുന്ന പോപ്പുലേഷൻ അനുസരിച്ചിട്ട്. അന്ന് പോപ്പുലേഷൻ കുറവായതുകൊണ്ട് മരണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അന്ന് പിന്നെ അത്ര കുറേ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും അറിയാൻ. ഒരു ബ്രേക്ക് എങ്ങനെയായിരുന്നു? നാട്ടിലേക്ക് പോയി എത്ര വർഷത്തിന് ശേഷം പിന്നൊരു പോക്ക്, അതെങ്ങനെയായിരുന്നു? നമ്മൾ അധികം ഞാൻ 1 വർഷം കഴിയുമ്പോൾ നാട്ടിൽ പോകും. പിന്നെ 2 മാസം നിൽക്കും, പിന്നെ തിരിച്ചു വരും. പിന്നെ അതായത് ഈ ജോലി വ്യത്യസ്തം വരുന്ന വെച്ചെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ജോലി ഫിക്സ് ആയില്ല. നമ്മൾ 1-2 വർഷം ജോലി ചെയ്ത് നാട്ടിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ ആ ജോലി നമുക്ക് കിട്ടിയെന്ന് വരില്ല. പിന്നെ വേറൊരു ജോലി അന്വേഷിച്ച് ഒരു 10 ദിവസം റൂമിൽ വെറുതെ കിടന്നു, പിന്നെ ഒരു ജോലി അന്വേഷിക്കും, പിന്നെ വേറൊരു സ്ഥിതിക്ക് ഇങ്ങനെ മാറി മാറി വരാൻ കാരണം അതാണ്. ഒറ്റ ഫിക്സില്ല. അന്നത്തെ സമയത്ത് ഈ സ്പോൺസർ കീഴിൽ തന്നെ ജോലി ചെയ്യണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാമല്ലോ. വിസ കിട്ടിയാൽ മതി. വിസ കിട്ടിയാൽ മതി. അന്ന് ചില ആളുകൾ അറബികളെ വിസ എടുക്കും, ചില ആളുകൾ ബന്ധുക്കളെ ഷോപ്പിൻ്റെ വിസ ഉണ്ടാകും. അത് 3 വർഷമാണ് ഷോപ്പിൻ്റെ, 2 വർഷം പിന്നെ ലോക്കൽസിൻ്റെ. പക്ഷേ എവിടെ ഒന്നും പ്രശ്നമില്ല. അന്ന് എവിടെ വേണമെങ്കിലും പോകാം. എല്ലാ വിസക്കും ഒരേ തുല്യ പിന്നെ അധികാരം എന്നുള്ള രീതിയിൽ, തുല്യത എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് ഇത്ര ഒരു ടെൻഷൻ ഇല്ല.
സത്യത്തിൽ ഈ ടെൻഷൻ വരുന്ന വെച്ചാൽ നമ്മൾ പറയല്ല, സാമ്പത്തികമായിട്ട് നമ്മൾ എത്ര കൂടുതൽ മുന്നേറുന്ന അത്ര ടെൻഷൻ പല കാര്യങ്ങളിലും നിബന്ധനകളും ഒന്നുമില്ലല്ലോ. അതെ, നമ്മൾ നാട്ടിൽ പോകുന്ന 2-3 മാസം നാട്ടിൽ നിന്ന് അന്ന് പിന്നെ ഇത്ര മാത്രമേ നാട്ടിൽ നിൽക്കാൻ പറ്റൂ എന്നൊന്നുമില്ല. 6 മാസം കഴിഞ്ഞിട്ട് വരുന്ന ആളുണ്ട്. നമ്മളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോയിട്ട് 2-3 മാസം കഴിയുമ്പോൾ വരുമ്പോൾ ചിലപ്പോൾ കയ്യിലുള്ള കാശൊക്കെ തീർന്ന പിന്നെ രണ്ടാമത് ഇവിടെ പിന്നെ നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം ഈ ഗൾഫിനെ കൊണ്ടല്ലേ ഇപ്പം നമ്മളെല്ലാം നമ്മളെ നാട് നന്നായത് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ പല കുടുംബങ്ങളുടെ വിദ്യാഭ്യാസ മേഖല, വാഹനങ്ങൾ, വീടുകൾ, റോഡുകൾ, അങ്ങനെ പല തരത്തിൽ സ്ഥാപനങ്ങൾ, ഓർഫനേജുകൾ, ഇത് ഇവിടുത്തെ ഫണ്ട് അല്ലാതെ അല്ലെ ഒരു പരിധിക്ക് അപ്പുറത്ത്, പ്രത്യേകിച്ചും ഉത്തര മലബാറിലേക്കൊക്കെ വരുമ്പോൾ കാസർഗോഡിനെ പോലെയുള്ള അങ്ങനെ ജീവിതത്തിന്റെ ഒരു നിലവാരം തന്നെ മാറിത്തുടങ്ങുന്നു അല്ലേ സജ? ഒരു 10 വർഷം കഴിയുന്നതോടുകൂടി. അതെ, മാറുന്ന വെച്ചാൽ നമ്മൾ ഈ ഗൾഫ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം നമ്മളെ ഓരോ നാട്ടിലും, ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ 3-4 ഒരു സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന കുറച്ച് ജന്മികൾ മാത്രമേ ഉണ്ടാവും. 3-4 ഉണ്ട്. നമ്മളെ ബന്ധുക്കളിൽ പെട്ട ഉണ്ടാവും, അപൂർവമാണ്. ഈ ഗൾഫ് വന്നതിന് ശേഷം ഓരോ വീടിലും ഓരോ ഗൾഫുകാരൻ്റെ ഒരു പിന്നെ എന്താ പറയുക കയ്യൊപ്പ് സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗൾഫുകാരനെ കൊണ്ടാണ് ആ വീട് പുലർത്തിയത്. അതിൻ്റെ ശേഷമുള്ള കുട്ടികളൊക്കെ ജോലി പിന്നെ പഠിപ്പിച്ച് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേത്. പിന്നെ നമ്മുടെ അവിടെ നമ്മുടെ പറയാൻ പറ്റും നമ്മുടെ മതസ്ഥാപനങ്ങളും പിന്നെ നിങ്ങൾ പറഞ്ഞ യതീം ഖാനകളും മദ്രസകളൊക്കെ നമ്മൾ ഇവിടുത്തെ ഈ സാമ്പത്തികം ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഉഷാറാവും എന്ന് നമുക്കൊന്നും ഇത്ര പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ ആ ഒരു ഗുണം നമുക്ക് ഈ ഗൾഫിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആ 10 വർഷത്തിന് ശേഷം പിന്നെ ബിസിനസ് സ്വന്തമായിട്ട് വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസ്കിലേക്ക് പോവാം എന്ന് ചിന്തിച്ചു തുടങ്ങിയത് നമ്മളിപ്പോൾ 10 വർഷം കഴിയുമ്പം നമ്മൾക്ക് കൂടുതൽ നമുക്ക് എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പല ആളുകളും ഷാർജയിൽ ഈ മാർക്കറ്റിൽ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യുന്ന പല ആളുകളുണ്ട്. പക്ഷെ എനക്കാന്നുണ്ടെങ്കിൽ ഷാർജ അത്ര പിന്നെ അങ്ങോട്ട് പോകണമെന്നില്ല, ദുബായ് തന്നെ കൂടുതലും പിടിച്ചു നിൽക്കണം എന്നുള്ള മതി എന്നുള്ള ഒരു തോന്നലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ ഈ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സമയത്തല്ല. അപ്പം നമുക്ക് കുറച്ച് കാശ് നമ്മളെ കയ്യിൽ വന്നിട്ടാകുമ്പോൾ നമ്മൾ കുറച്ച് അതിനെ മൊബിലൈസ് ചെയ്ത് കുറച്ച് നമ്മളതിനെ എല്ലാം ഒന്നിച്ചൊക്കെ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ഞാൻ പിന്നെ ഒരാളെ കൂട്ടി നമ്മൾ മിർദിഫ് ഏരിയ നമുക്കറിയാമായിട്ട് അവിടെ നമ്മൾ ചെറിയൊരു ഗ്രോസറിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഏത് വർഷമായിരിക്കും അത്? ഏകദേശം 96 അതെ, 10 വർഷം കഴിയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെ ബന്ധുക്കളായ 1-2 പേരും കൂടി ഞങ്ങൾ 3 പേരും കൂടി ചെയ്തതാണ്. അപ്പോൾ അവിടെ തന്നെ ചെയ്യാൻ കാരണം അവിടെ നമുക്ക് ഞങ്ങളങ്ങനെ നമ്മളന്നും ചെറുതല്ല. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ വെറുതെ കറങ്ങുമ്പോൾ ലോക്കൽസ് കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. റാഷിദിയ കഴിഞ്ഞാൽ പിന്നെ മുർദിഫ് ഡെവലപ്പിംഗ് ആയിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. എല്ലാ ആളുകളും പിന്നെ അവിടുത്തെ ലോക്കൽസാണ്. അപ്പോൾ ലോക്കലിൻ്റെ ഒരു പ്രത്യേകത വെച്ചെങ്കിൽ അവർ നല്ല പർച്ചേസിങ് പിന്നെ ആളുകളാണ്. പിന്നെ നമുക്ക് ബാർഗൈനിങ് കുറവാണ്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു പിന്നെ ആ ഷോപ്പ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അവിടെ അതെ തുടങ്ങിയത് അവിടെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് പിന്നെ ചെറിയ വാടക അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ആരും നാട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരാമല്ലോ. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും പിന്നെ ഒരു വിസിറ്റ് വിസയും. അതിൽ പറയാനുള്ളത് ഹംസജ, ഏറ്റവും പെട്ടെന്ന് നമുക്കൊരു ടിക്കറ്റും വിസിറ്റ് വിസയും എടുത്ത് ഓടി വരാൻ പറ്റുന്ന ഈ ഒരു രാജ്യം, ടിക്കറ്റിനാണെങ്കിലും സീസൺ അല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് 2-3 ഫ്ലൈറ്റുകളുള്ള അത് ഈ രാജ്യം തരുന്ന സുരക്ഷിതത്വം, സ്നേഹം, കരുതൽ, അങ്ങനെ ആ ഒരു ആദ്യത്തെ ഷോപ്പ് തൊട്ട് ഹംസച്ച തുടങ്ങി. അതെ, ആ ഷോപ്പ് വിട്ട് പിന്നെ ഒരു 2 വർഷം കഴിയും. അപ്പം എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ കൺട്രോൾ ഉണ്ടായിരുന്നു. എപ്പോഴും അങ്ങനെ അനാവശ്യമായിട്ട് കുറേ കാശ് ചിലവാക്കിയില്ല. പിന്നെ കൂടുതൽ ഹറി ചെയ്യില്ല. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്ന് പെട്ടെന്ന് കടം വാങ്ങിയിട്ട് ആ ഷോപ്പ് എടുക്കുക, അല്ലെങ്കിൽ കടം വാങ്ങി ഇത് ചെയ്യുക അത് ചെയ്യുക, ക്ഷമയുണ്ടായിരുന്നു. ഇപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണക്കെല്ലാം ഒന്ന് നോക്കിയ സമയത്ത് കുറച്ച് പൈസ ഞങ്ങൾക്ക് ബാലൻസ് വന്നു. അപ്പോൾ വീണ്ടും ഞങ്ങൾ ആഗ്രഹിച്ച് ഇനിയൊരു ഷോപ്പിലേക്ക് പോയാലോ, അങ്ങനെ വർക്ക എന്നുള്ള തൊട്ടപ്പുറം അവിടെ അൽവർക്ക അവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതേപോലെ തന്നെ അടുന്നു അതേപോലെ തന്നെ 2 വർഷം കഴിയുമ്പോൾ വേറൊന്ന് വർക്കയിൽ തന്നെ കിട്ടി ഒരു ചാൻസ്. അത് നമുക്ക് ഇടയ്ക്ക് ചാൻസ് കിട്ടുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു പടച്ചവൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഇതിലെല്ലാം ഒക്കെ കുറേ കൺട്രോളായിരുന്നു. നമ്മളെന്ന് വെച്ചെങ്കിൽ ഈ ഇടപാടുകളിലൊക്കെ നല്ല കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും പിന്നെ നമ്മൾ ആരുമായിട്ടും അങ്ങനെ ഒരു കശപിശ കൂടാതെ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ഷോപ്പ് വന്നു അവിടെ അൽവർക്കയിൽ തന്നെ അവിടെ ഒരു കഫറ്റേരിയം കിട്ടി. അതൊരു അറബി വിളിച്ച് തന്നതാണ്. അങ്ങനെ കഫറ്റേരിയയിലേക്കും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അതിലെ മുർദിഫിലേക്ക് വീണ്ടും വന്നു. അങ്ങനെ 1 by 1 ആയിട്ട് ഏകദേശം ഇപ്പം എനിക്ക് അൽഹംദുലില്ലാ ഒരു 7 ഒരു സൂപ്പർ മാർക്കറ്റും മിനി മാർട്ടും കൂടി ഒരു 7 പിന്നെ ഗ്രോസറി മിനി മാർട്ട്,
പാർട്ട്ണർഷിപ്പ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു 3 കഫറ്റേരിയ സർവശക്തനായ നാഥൻ നിലനിർത്തി തരും. നമ്മൾ നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇതുവരെ പിന്നെ അൽഹംദുലില്ലാ വന്ന മുതൽ ഇതുവരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റി. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ എല്ലാം ഈ രാജ്യം തന്നതാണ്. 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. താങ്കളുടെ ക്ഷമ, ആത്മവിശ്വാസം, ദീർഘവീക്ഷണം അതൊക്കെ ഈ ഒരു മണ്ണും കൂടി ആയപ്പോൾ ഒരു നല്ലൊരു ജീവിതം സർവശക്തൻ തന്നു അല്ലേ? കണ്ണ് നിറയുന്നുണ്ട് അല്ലേ? ഒരു ഓർമ്മകളിലേക്ക് പോയതുകൊണ്ടാണ്. നമ്മൾ ഈ നാടാ നമ്മളാക്കിയത്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ വരുന്ന സമയത്ത് ഒരു ട്രേഡ് സെൻറ്റർ, പിന്നെ അവിടെ ഒരു മൂസ ടവർ, ഇപ്പോൾ വേറെ ബിൽഡിംഗ് ഇല്ല അവിടെ, ബാക്കിയെല്ലാം മൈതാനായിരുന്നു. ഒരു ടൊയോട്ടൻ്റെ ബിൽഡിംഗ് അതുണ്ടായിരുന്നു. അത് പിന്നെ ഇവിടെ ദേരയിലാണെങ്കിൽ നൈഫ് റോഡ്, പിന്നെ ഖാദർ ഹോട്ടൽ, നൈഫ് റോഡിലെ കുറച്ച് ഷോപ്പുകൾ, പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇതിന് പിന്നെ സെർവാനി മസ്ജിദ് ഞാൻ വരുന്നതിന് മുമ്പേ ഉണ്ട്. പിന്നെ നമ്മളെ ഈ ഹയാത്ത് ഏജൻസി ഉണ്ട്, ഞാൻ വരുന്നതിന് മുമ്പേ ഉണ്ട്. ടണലും പിന്നെ മക്തും ബ്രിഡ്ജ് അതൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പേ ഉള്ള, അത് എനിക്ക് തോന്നുന്നു 70-ലാന്ന് തോന്നുന്നു. അപ്പോൾ അത്ര പിന്നെ ഓർലാൻഡ്സ് ഒന്നും ഇതുപോലത്തെ ഒരു, പിന്നെ ഞാൻ ചിലപ്പോൾ ഓർലാൻഡ് കുറേ താമസിച്ചു, അവിടെ ഒന്നും ഒറ്റ ഷോപ്പേ ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടുന്ന് ഷാർജ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ നൈഫിൽ നിന്ന് ടാക്സി കയറിയാൽ വഴിയിലൊന്നും ഒന്നും കാണില്ല. പിന്നെ എത്തണമെങ്കിൽ ഷാർജ അൽക്കാൻ കഴിയണം. അൽക്കാൻ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ കുറച്ച് ബിൽഡിങ്ങുകളുണ്ടാവും. പിന്നെ അപ്പോൾ അത്രയില്ല. പക്ഷേ ഇവിടുത്തെ സ്ഥിതി ഇവർക്കും അള്ളാഹു കൊടുത്ത ഒരു അനുഗ്രഹം തന്നെയായിരിക്കും. ഫാസ്റ്റ് ഗ്രോയിങ്, ഇതുപോലെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വന്ന് ഇത്ര വികസിച്ച് ഇത്ര പെട്ടെന്ന്, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് ഇപ്പോൾ ബോംബെയിൽ നമ്മൾ കണ്ണുകളിലൂടെ കണ്ട വളർച്ച ഒരു സംഭവം. അപ്പോൾ 84 കയറുന്നു നാട്ടിൽ നിന്ന്. അതിനുശേഷം 2026 UAE, അതേപോലെ 84 നാടും 2026 നാടും. എങ്ങനെ ഈ രണ്ടിനെയും കമ്പയർ ചെയ്യാം? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതായത് യൂറോപ്പ് സ്റ്റൈല് കേരള ആയി എന്നൊക്കെ. എങ്ങനെ അംസജാന്റെ ഒരു വിഷൻ എന്താണ്? നമ്മളെ വിഷയത്തിൽ നമ്മുടെ നാടും ഒരുപാട് വളർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ കാസർഗോഡ് ജില്ലയായിട്ട് അല്ലെങ്കിൽ വേറെ ഏത് ജില്ല എടുത്താലും ഇപ്പോൾ 1984 നമുക്ക് ചിലപ്പോൾ ചെറിയ LP സ്കൂൾ അല്ലെങ്കിൽ UP സ്കൂൾ, ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ പോയാൽ ഇപ്പോൾ ഇത് ബേക്കൽ ഒരു ചെറിയ ഒരു 3 ഷോപ്പ് ഉണ്ടാവും. ഞങ്ങളെ കല്ലിങ്ങൽ എന്നുള്ള ഒരു ഷോപ്പ്. പിന്നെ കാസർഗോഡ് ഇത്ര വികസിച്ചിട്ടുണ്ടായില്ല. ബസ് പിന്നെ ഒരു ബസ്സേ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം ഞാൻ തന്നെ നെഹ്റു കോളേജിൽ പോകുമ്പം അന്ന് എനിക്ക് 15 പൈസയാണ്. പിന്നെ ഫീൽസ് ഞാൻ കല്ലിങ്ങാലിൽ ബസ് കയറിയ നെഹ്റു കോളേജ് വരെ 15, കാനങ്ങാടേക്ക് 10, അതിനുശേഷം പിന്നെ 5 പൈസ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പോകാമല്ലോ. പിന്നെ അപ്പോൾ ആ ഒരു ഇതിൽ നാടും ഒരുപാട് വികസിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വികസനത്തിൻ്റെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം UAEയുടെ അതിലൊരു പിന്നെ എന്താ പറയുക ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സമ്പത്ത്, ഒരു വിദേശ നാണ്യം കടന്നു വന്നു, ഒരു കുത്തൊഴുക്ക് വന്നു തന്നെ പറയാം. അതിൻ്റെ കാരണം ഈ UAE എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാടിനെ പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി പറയുമ്പോൾ നോക്കണം ഹംസച്ച, ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, അതേപോലെ തന്നെ വണ്ടികളുടെ ഷോറൂംസ്, ഇതിനൊക്കെ ഇത്രയും ഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ റെഗുലർ പർച്ചേസിങ്ങിലേക്ക്, ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽസിലേക്ക് വരുമ്പോൾ അതിന് നല്ലൊരു ശതമാനം വിദേശ നാണ്യം തന്നെയല്ലേ നമ്മുടെ ഉത്തര മലബാർ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. അത് പലപ്പോഴും കോവിഡ് വന്നപ്പോൾ അതിനുശേഷം പല ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക മാന്ദ്യം വിദേശത്ത് വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ ജില്ലയെ തന്നെയാണ്. അത് നമ്മൾ കണ്ടതാണ്, അനുഭവിച്ചതും കൂടിയാണ്. അപ്പോൾ കോളേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹംസച്ച കോളേജിൽ പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മളെ നാട്ടിലുണ്ടായിരുന്ന കൂട്ടുകാരിൽ എത്ര പേര് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് കൂടെ വന്നിട്ടുണ്ട്? അതിൽ പിന്നെ ആരൊക്കെയുണ്ടോ? എത്ര പേര്? ചുരുക്കമാണോ കോളേജിൽ പോകുന്ന ആൾക്കാർ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്? ചുരുക്കം വന്ന് പള്ളിക്കര ഹൈസ്കൂളിൽ നിന്ന് ഞാൻ SSLC പാസ്സാകുമ്പം ഏകദേശം 200 ആളുകൾ എക്സാം എഴുതിയിരുന്നു. 21 ആളുകൾ ജയിച്ചിട്ടുള്ളൂ. വെറും 10%, 21. അതിൽപ്പെട്ട 1-2 വ്യക്തികൾ മാത്രമേ കോളേജ് പിന്നെ വന്നു. പിന്നെ ചില ആളുകൾ ദുബായ് വന്നു. പക്ഷേ എനിക്കിത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമേ ആ പള്ളിക്കരയിൽ നിന്ന് എൻ്റെ ആ നാട്ടിൽ നിന്ന് ആ സമയത്ത് പിന്നെ ഒരു 100 ദിനം കണ്ടിട്ടുണ്ട്. മൂപ്പർ ഇവിടെ സൗദിയിലായിപ്പോൾ. അപ്പോൾ ഞങ്ങൾ 2 പേരെ, മൂപ്പർ എൻ്റെ സീനിയറാണ്, ഞങ്ങൾ 2 പേരെ ഈ പള്ളിക്കരയിൽ പിന്നെ നമുക്ക് 1-2-3 ആൾ ഫ്രണ്ട്സ് എനിക്ക് ശേഷം വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ തൊട്ടിൽ നിന്ന് തന്നെ ഒരു MG മുഹമ്മദ് കുഞ്ഞി, ഒരു പുത്തൂർ ഹംസ എന്നെല്ലാം പറയുന്ന 1-2-3 സ്നേഹിതന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നാട്ടിൽ നിന്നുള്ളൊരു ഫ്രണ്ട്സ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമുക്ക് അന്നത്തെ നമ്മുടെ വറുതി കാരണം പല ആളുകളും SSLC കഴിഞ്ഞാൽ നേരെ വരുന്ന ഗൾഫിലേക്കാണ്. ഗൾഫിൽ വന്നാൽ വരെ ഷാർജ മാർക്കറ്റാണ്.
ദുബായിൽ പോലും മാക്സിമം അത്രയേ ഉള്ളൂ. അതിലൊതുങ്ങി അത് അത്രേ പറ്റും അവരെ കൊണ്ട് വെച്ചാൽ ജീവിതം അങ്ങനെ ഒരു ദുസ്സഹമായ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചത്. അന്ന് പുകയില കൃഷിയല്ലേ ഉള്ളൂ. പുകയില കൃഷിക്കിൻ്റെ പിന്നെ അത് ചെയ്യുന്ന ആളുകൾ, അതിൻ്റെ മുതലാളിമാർ എന്ന് പറയുന്നത് തുലം കുറച്ചായിരിക്കും. എൻ്റെ എല്ലാം ഫാമിലിയിൽ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ എന്നാലും പിന്നെ വർക്ക് ചെയ്യുന്ന അന്ന് ഈ വെള്ളം കാര്യങ്ങളൊക്കെ അതിനെ പരിപാലിക്കുന്ന ആളുകൾ ഒരുപാട് മുസ്ലിംസ് ആളുകളാണ്. അവരുടെ മക്കൾ എത്രമാത്രം വിദ്യാഭ്യാസം ഉണ്ടാവും? അവർക്ക് ഇന്നത്തെ പോലെ വലിയൊരു ദിവസക്കൂലിയൊന്നും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയല്ലല്ലോ. അന്ന് ആണ്ട് കഴിഞ്ഞ് എന്നെല്ലാം പറയുന്ന സ്റ്റൈലുണ്ടല്ലോ, അപ്പോൾ പണ്ടത്തെ ആ ഒരു സ്റ്റൈലിൽ പോകുന്നതല്ലേ. അപ്പം അതുകൊണ്ട് പല ആളുകളും ആഗ്രഹിച്ചത് വിദ്യാഭ്യാസമായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നല്ല. പിന്നെ അല്ല ഏകദേശം ആളുകളും ഗൾഫിലേക്ക് വന്നു. പക്ഷെ ആ കാലഘട്ടം ഇത് മാറ്റിയെടുത്തത് എനിക്ക് തോന്നുന്നു പിന്നീട് അന്ന് ഗൾഫിൽ വന്ന ആളുകൾ അവർക്ക് തോന്നി എനിക്ക് ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം എൻ്റെ ഭാവി തലമുറക്ക് മക്കൾക്ക് കൊടുക്കണം. അവർ ഒരുപാട് അതിന് കഷ്ടപ്പെട്ട ആളുകൾ, പല ആളുകളും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ കഷ്ടപ്പെട്ടത്. അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നു ആളുകൾക്ക്. അതിലിപ്പോൾ നമ്മളെ ജില്ലയാണ് ഏറ്റവും പിന്നോക്കം വിദ്യാഭ്യാസ കാര്യത്തിൽ. മറ്റുള്ള കോഴിക്കോടോ തൃശ്ശൂരോ തിരുവനന്തപുരം എറണാകുളം ആളുകളൊക്കെ നല്ല ഉദ്യോഗത്തിൽ കാണുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കഫ്റ്റേരിയയിലോ അല്ലെങ്കിൽ ഗ്രോസറിയിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ നമ്മൾ അന്വേഷിച്ചു നോക്കിയാൽ ഇന്നും എത്രമാത്രം പിറകിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നോവേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിവിഷൻ ലെവൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പം അന്നെല്ലാം എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്, എന്താണ് ഈ കലക്ടർ, അല്ലെങ്കിൽ എന്താണ് ബാക്കി ഈ തഹസിൽദാർ, എന്താണ് അഡീഷണൽ സെക്രട്ടറിമാർ, IAS IPS IFS, ഇങ്ങനെ ഒരു ധാരണ കുട്ടികൾക്കിടയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് മാഷ് ചോദിക്കും എനിക്ക് ഭാവിയിൽ ആരാണോ. പല കുട്ടികളും പറഞ്ഞത് എനിക്കൊരു കൂലി അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, ഞാനൊരു കളക്ടറാണ്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ലല്ലോ, പ്രൊഫഷണലൈസ്. ഇന്നത്തെ കുട്ടികൾ പറയും ഡോക്ടറാണോ കളക്ടറാണോ അല്ലെങ്കിൽ വക്കീലാണോ അല്ലെങ്കിൽ ലോയറാണോ എന്നല്ലേ. അന്നത്തെ കുട്ടികൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഉപ്പാനോ വെച്ചിട്ട് ഗൾഫിൽ പോയാൽ മതി. അത് എനിക്ക് തോന്നുന്നു 80% കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെറുതെ ഒരു മാഷ ഗൾഫിൽ പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഗൾഫ് അന്ന് പറയുന്നത്, ഞാനൊക്കെ ദുബൈയിൽ വരുന്ന സമയത്ത്, ഗൾഫിൽ വരുന്ന സമയത്ത് ഈ ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ അവരുടെ സ്ഥിതി ഇവിടെ എന്താണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ആ വരുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ആ ഒരു ആവേശം അവരവർ പിന്നെന്താ പറയുക, അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ എങ്ങനെയെങ്കിലും ഈ പഠിപ്പ് നിർത്തിയിട്ട് ഗൾഫിലെത്തിയാൽ മതി എന്ന് തോന്നുന്നത്. അവർ കാണുന്നത് ആ ഒരു സ്മെല്ലും പെർഫ്യൂംസും ഇലക്ട്രോണിക്സും കുറച്ച് ടെക്സ്റ്റൈൽസും ഈ ഒരു പൈന്റ് ഏതാ പറയാ അല്ലെ, ബ്രൂട്ടിന്റെ പെർഫ്യൂം അങ്ങനെയുള്ള അതാണ് അന്നത്തെ നമ്മൾക്കൊക്കെ തോന്നിപ്പോയത്. അറിയാവുന്ന ഒരു നമ്മളെല്ലാം വീട്ടിൽ നിന്ന് എല്ലാവരും നിർബന്ധിക്കും. ഇപ്പം എൻ്റെ അടക്കം വീട്ടിൽ നിന്ന് നിർബന്ധിച്ചപ്പെട്ടത് ഇവിടെ നീ എന്താക്കാൻ ഈ പഠിച്ചിട്ട്, എനിക്കെന്താ നീ ഇപ്പം എന്താ പോലീസ് ഓഫീസറാണ് അല്ലെങ്കിൽ കളക്ടറാണ്, ഇങ്ങനെ തമാശക്ക് ചോദിക്കുമല്ലോ നമ്മളെ പോലെയെന്നല്ലോ. ഒരിക്കൽ ഗൾഫിൽ പോകുന്നു എന്തെങ്കിലും കിട്ടും, ആ ചിന്ത മാത്രമേ നമ്മളെ ആളുകൾക്ക് അന്ന് ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് അത് മാറി. ഇന്ന് കുട്ടികൾക്കും വന്ന് രക്ഷകർത്താക്കൾക്കും വന്നു വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം. അതിൻ്റെ പിന്നിൽ അതും നമ്മുടെ ഗൾഫിൻ്റെ ആ ഒരു സ്ഥിതിയിൽ തന്നെയാണ് നമുക്കത് കൂടുതൽ. ഇവിടെ പലരെയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പലരെയും കാണുമ്പോൾ എന്തുകൊണ്ട് ആ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ മൂല്യങ്ങൾ, അല്ല കമ്പ്യൂട്ടറിൻ്റെ പരിജ്ഞാനം, അതൊക്കെ നമുക്കും നാട്ടിലും അവിടെ ഇവിടെയൊക്കെ വേണം എന്നുള്ള. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് സ്കൂളിലൊക്കെ കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് പല വീടുകളിലും കമ്പ്യൂട്ടർ എത്തിയിട്ടുണ്ട്. ഗൾഫുകാരായ പലരുടെ മക്കളും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലപ്പോഴും വിദേശം അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ ഒരു യാത്രകൾ അതൊക്കെയും അതിനെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഹംസച്ചാൻ്റെ ഫാമിലി തീർച്ചയായിട്ടും അല്ല, അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് അതിനെപ്പറ്റി അതിനപ്പുറം ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരുന്നില്ല, നമ്മൾക്കുണ്ടാകുമായിരുന്നു. പക്ഷേ കിണറിൻ്റെ അകത്തന്നെ നമ്മൾ ഗൾഫിലേക്ക് മാറി വിദേശ യാത്ര നടത്തി. ഇപ്പം ഞാൻ ഫസ്റ്റെല്ലാം കുറേ വർഷങ്ങളെല്ലാം പോയത് ഇവിടുന്ന് ബോംബെ ടു ബസ്സല്ല, പിന്നെ അന്നില്ലല്ലോ. അപ്പോൾ ഈ ബോംബെയിൽ പോയാലും അന്നൊന്നും ബസ്സൊന്നും കിട്ടില്ല, 2-3 ദിവസം. അപ്പോൾ ആ ചുറ്റുപാടൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കും, അല്ലെങ്കിൽ പാർക്ക് അല്ലെങ്കിൽ ബീച്ച്, ഇങ്ങനെ പോയി പ്രത്യേക വിവിധ തരം ജനങ്ങളെ കാണുന്നുണ്ടല്ലോ നമ്മളത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ നമുക്കൊക്കെ സാധിച്ചു. ഇങ്ങനെ ജീവിക്കണം, ഇന്ന രീതിയിൽ വളരണം. പക്ഷെ നമ്മൾ നേരെ വെച്ച് ഗൾഫിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആ കുളത്തിലെ തവള പോലെ തന്നെ
അവിടെ ഉണ്ടാകുമായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നീട് വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ പിന്നെ സംഘടനാപരമായിട്ട് ഇപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ കുടുംബം ഇൻഷാ അല്ലാ പിന്നെ കുടുംബം 5 മക്കളാണ്. അതിൽ 3 പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ്, പിന്നെ 2 ആൺകുട്ടികൾ. അതിൽ ഒരാൾ കല്യാണം കഴിഞ്ഞ്, ഇനി ഒരാൾ മാത്രമേ ഇപ്പോൾ പഠിക്കുന്നുള്ളൂ എറണാകുളത്ത്. മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസമായിരുന്നു. പിന്നെ ഒരാൾ മാത്രമേ +2 ഉള്ളൂ. ഒരാൾ BBA എടുത്തൊരു പെൺകുട്ടി. പിന്നെ ഒന്ന് LMT ഇടുന്ന അജ്മാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. പിന്നെ മകളെ കഴിഞ്ഞ പിന്നെ അവൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ ഒരുത്തം BBA ഒക്കെ പഠിക്കുന്നുണ്ട്. സന്തുഷ്ടപ്പെടുന്നു. അതായത് ഇപ്പോൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആ ബിസിനസ് നോക്കുന്നത് അതെൻ്റെ ഈ മകനാണ്. ഇപ്പോൾ അത് മൂത്ത മകൻ 2016 സ്റ്റാർട്ട് ചെയ്തത്. ഒരു ലൈസൻസ് എടുത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ഗൾഫ് ഫുഡ് എന്നുള്ളൊരു എക്സിബിഷൻ നിങ്ങൾക്കറിയാലോ അല്ലേ, നമ്മളവിടെ ഒരു ഫ്രീക്വന്റ് വിസിറ്ററാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പുതിയ സാധ്യതകൾ എന്താണ് ബിസിനസ്സുകാരനുള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പുതിയ സാധ്യതകൾ, എന്തെങ്കിലും പുതിയൊരായിട്ട് പഠിക്കാൻ പോകും. ഇങ്ങനെ വെറുതെ പോയി ഒന്ന് കറങ്ങി വരും. അവിടെ നമുക്ക് അതിൻ്റെ ഇത് ഗേറ്റ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ പിന്നെ പൂനെ എന്നുള്ള ഒരാളായിരുന്നു. അയാൾ ഈ ഫ്രൂട്ട്സ് വെച്ചിട്ട് അയാൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ വെറുതെ സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ ഇത് നല്ല ദുബായിൽ സാധ്യതയുള്ള ഒരു ബിസിനസ്സാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൾഫിൽ ഞാൻ ഇതിൻ്റെ ഏജൻസി തരാം. നിങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് വന്നാൽ മതി. ഇപ്പോൾ എന്നെ കാണാൻ വരണ്ട, നാട്ടിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് നിങ്ങളതൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ 2016 ഏകദേശം മിഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ നിങ്ങളൊരു ജനറൽ ട്രേഡിംഗ് ലൈസൻസ് ഇവിടെ എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല, നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാനൊരു ജനറൽ ട്രേഡിംഗ് ലൈസൻസ് ഇവിടുന്ന് എടുത്ത്. പിന്നെ അന്ന് മകനൊന്നും വന്നിട്ടില്ല ഇവിടെ. അങ്ങനെ ഞാൻ അത് അയാളെ പിന്നെ പൂനെ എന്നുള്ള അവിടെ പോയി. അയാൾ ചെയ്യുന്ന പ്രിസർവേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഡീഹൈഡ്രേറ്റഡ് അത് അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പോയി നോക്കുമ്പോൾ അയാൾ ഡിഫറെൻറ്റ് പാർട്സ് എവിടെയെല്ലാം എല്ലാ സ്ഥലത്തും പോയിട്ട് അയാൾ ഈ ഫ്രഷ് ഫ്രൂട്ട് കളക്ട് ചെയ്യും. ഈ നമ്മൾ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, സ്ട്രോബെറി, ഫിഗ് എന്നെല്ലാം പറഞ്ഞാൽ ഇല്ല വെജിറ്റബിൾ ഫ്രൂട്ട്സ് മാത്രം കളക്ട് ചെയ്തിട്ട് ഇയാൾ ഇതിനെന്ത് ചെയ്തെന്ന് വെച്ചെങ്കിൽ ഒരു വലിയൊരു വാക്വം ചാമ്പർ എന്ന് പറഞ്ഞാൽ വലിയൊരു ടേബിളുണ്ട്, അതിൻ്റെ മീതെല്ലാം കൊണ്ടുവന്നിട്ട് വെക്കും അവിടെ. അപ്പോൾ അത് ഭയങ്കര ഒരു ലോ പിന്നെ പ്രഷറിൽ അതിങ്ങനെ ചൂടായിക്കൊണ്ട് വരും. അതിൽ നിന്ന് അതിൻ്റെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ വാട്ടർ മോയ്സ്ചർ ഉണ്ടല്ലോ അതിങ്ങനെ അതിൽ നിന്ന് കളയും. ഇപ്പം നമുക്കറിയാം ഡ്രൈ ആയി അത് നല്ലൊരു ഇതായിട്ട് വന്നു. എന്താ പറയുക, നമ്മൾ ചിപ്സിനേക്കാൾ എത്രയോ മേന്മയുള്ളതാണ്. പിന്നെ അത് വന്ന് അത് ഇയാളെന്താണെന്ന് വെച്ചെങ്കിൽ വലിയ ഇതൊന്നുമില്ല, ചെറിയൊരു കമ്പനിയാണ്. അത് ചെയ്ത് അയാൾ സെൽഫിൽ ഒരു കുറച്ച് ദിവസം വെച്ച് പിന്നെ അത് അയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അയാൾ എന്നോട് പറഞ്ഞു ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ, ഇനി നിങ്ങൾ ചെയ്തോ. അയാൾ എനിക്ക് ഇവിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്തു ഇവിടെ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ലൈസൻസ് വെച്ചിട്ട് നമ്മൾ അജ്മാനിൽ പിന്നെ വേറെ ഒരുപാട് കമ്പനികളുണ്ട്, പാക്കിംഗ് കമ്പനികളൊക്കെ. അപ്പം ഞാൻ തന്നെ ജാറ് കണ്ടെത്തി, പേര് ഞാൻ കണ്ടെത്തി, പേര് ലേഫ്രിസ് എന്നാണ്, ഒരു പ്രത്യേക പേര്, ഒരു പുതിയൊരു ബ്രാൻഡ് ഞാൻ തന്നെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി ഇത് രജിസ്റ്റർ ചെയ്ത് ഇവിടെ മുനിസിപ്പാലിറ്റി നമ്മളെ എക്കോണമിക് ഡിപ്പാർട്ട്മെൻറ്റെല്ലാം രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇപ്പോൾ അത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ പാക്കിംഗ് ആയിട്ട് കൊടുത്ത് ഇപ്പോൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. പക്ഷേ 2016 ഇവൻ വന്നിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ അന്ന് ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്ത് കുറച്ച് ഹോൾസെയിലും കൊടുത്തു. അത് കുറച്ച് ഉഷാറായി വരുന്ന സമയത്താണ് കോവിഡ് വന്നത്. 2019 കോവിഡ് വന്നില്ല. അപ്പോൾ അത് നമ്മൾ അന്ന് ഞങ്ങൾക്ക് ഗ്യാപ്പ് വന്നു. അല്ല, സൂപ്പർ മാർക്കറ്റും കഫ്റ്റേരിയക്കും നല്ല ബിസിനസ് പോകുമ്പോൾ ഇത് സ്റ്റക്കായി. ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇത് ഫുള്ളി സ്റ്റക്കായി പോയി, ഒന്നും ഇല്ലാതായി, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. പിന്നെ ആളുകളൊക്കെ പിന്നെ കോവിഡിൽ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇതൊരു സ്നാക്കാണ്. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെറുതെ ഇരുന്ന സമയത്തോ ഒരു ക്രഞ്ചി സ്നാക്കാണ്. അപ്പോൾ അന്ന് സ്റ്റക്കായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് പോയായിരിക്കും, ഇനിയിപ്പോൾ ചാൻസ് വളരെ കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ 2022 ഇവൻ ദുബായ് അവൻ്റെ പിന്നെ ഡിഗ്രി കോഴ്സ് അവൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയർ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ട് എന്നോട് ഇത് ഇവൻ കണ്ടിട്ട് ഇവൻ പറഞ്ഞു ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തോളാം. അപ്പോൾ അവനക്കും ബിസിനസ്സിലാണ് താല്പര്യം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നീ 2 വർഷം സർവീസ് ചെയ്യാതെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്തു, എൻ്റെ ജോലി എൻ്റെ ബിസിനസ് നോക്കണ്ട, പഠിക്കാം. അപ്പോൾ അത് എനിക്ക് ഇപ്പം താല്പര്യം ബിസിനസ്സിലാണ്. അപ്പോൾ നമ്മൾ അവരുടെ താല്പര്യത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ അവൻ 2022 വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം നമുക്ക് ഇൻഷാ അല്ലാ നന്നായിട്ട് പിന്നെ ലോക്കൽ മാർക്കറ്റിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാനൊരു BNI മെമ്പറാണ്, ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ. അപ്പോൾ അതിലും ഒരുപാട് കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ആ ബിസിനസ്സും കൂടി നന്നായിട്ട് മറ്റൊരു സംഭവം കൂടി അറിയാതെ ഒരു ഫുഡ് ഫെസ്റ്റ് എക്സിബിഷന് പോയത് സ്റ്റാൻഡേർഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അത് എന്നോട് ഇപ്പം നമ്മളന്ന് ഇവിടെ സപ്ലൈ ചെയ്തിരുന്നു BNI
നമ്മൾ പ്രസൻറ്റേഷൻ ഫീച്ചർ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അവിടെ. അപ്പോൾ ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്ത് ഞാൻ 7 minutes എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും നല്ല അത് നമ്മുടെ പുതിയ സ്റ്റാർട്ടപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും. അപ്പോൾ അന്ന് ഞാൻ എല്ലാവർക്കും ഇതിൻ്റെ ഓരോന്ന് ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു കാസർഗോഡ് ട്രിക്ക് എന്ന് പറയാം അല്ലേ, ബിസിനസ് ട്രിക്ക്. അപ്പോൾ അതിലെല്ലാവർക്കും ഫ്രീ കൊടുത്ത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നീട് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് എൻക്വയറി വരാൻ തുടങ്ങി. അവർ കുറേ റെഫർ ചെയ്ത് നമുക്ക് കുറേ അങ്ങനെ ആ ബിസിനസ് ഇപ്പോൾ ഇൻഷാ അല്ലാ നന്നായിട്ട് ഇപ്പോൾ അത് പോകുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ വലിയൊരു വളർച്ച വന്നിട്ടില്ലെങ്കിൽ ഇപ്പം അത്ര പിന്നെ അത് വളർന്നുകൊണ്ട് വരുന്ന ഒരു ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാ നന്നായിട്ട്. അതാണ്. പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും പൈപ്പ് ലൈനിലുണ്ടോ? ഇനി എന്തെങ്കിലും ഒരു ബിസിനസ്സും കൂടി ആഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാൻ പറ്റുക പറയുന്നത് ഒരു ട്രാവൽസ് ഉണ്ടായിരുന്നു. എനിക്ക് ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 സ്റ്റാർട്ട് ചെയ്തു. എല്ലാത്തിനും നല്ല പഴക്കമുണ്ട് അല്ലേ? അത് ഞാൻ ഏകദേശം ഒരു ലെഗസി. അത് 2019 വരെ നൈഫ് ഏരിയയിലായിരുന്നു. അപ്പോൾ 19 വർഷം അതങ്ങനെ നന്നായിട്ട് പോയിരുന്നു. കോവിഡിൽ പിന്നെ എല്ലാവർക്കും അറിയാലോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിന്ന് പിന്നെ ഞാൻ അത് വിചാരിച്ചത് ഞാനാണെന്നുണ്ടെങ്കിൽ താമസം കുറച്ച് ദൂരം, ഇവിടെ വരാനും പിടിക്കാനും പിന്നെ ഇതില്ല. പിന്നെ ഓൺലൈൻ ടിക്കറ്റുകൾ ഒരുപാട് വരാൻ തുടങ്ങി. പിന്നെ അപ്പോൾ ഞാൻ അത് എന്ത് ചെയ്ത് വെച്ചാൽ അവിടെ സ്റ്റാഫുകളുണ്ടായിരുന്നു ഒരു 4-5, അവർക്ക് അങ്ങനെ തന്നെ കൊടുത്തു. അവർക്ക് ഞാൻ പറഞ്ഞു ഇനിയുള്ള പിന്നെ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, എനിക്ക് വേറെ എക്സ്ട്രാ ക്യാഷൊന്നും വേണ്ട. അന്ന് പിന്നെ ഒന്നുമില്ല അവിടെ. അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞ പാട് പിന്നെ കീ മണിയൊന്നും കിട്ടുന്ന ഒരു സെക്ഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് ഏകദേശം ചെറിയൊരു 1 ലക്ഷത്തിൻ്റെ അടുത്ത് എന്തോ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൈസ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളിത് കടം വിട്, നിങ്ങൾ തന്നെ എടുത്തു. പക്ഷേ ഇപ്പോൾ ഇതിന് 5 ലക്ഷത്തിൽ കൂടുതൽ കീ മണി കിട്ടുന്നത് അവരാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായി. നമ്മളുള്ള നന്ദി അവരിപ്പം കാണിക്കുന്നുണ്ട്. ആ ലൈസൻസ് ഞാൻ എടുത്ത് അറബിക്ക് തിരിച്ചു കൊടുത്തു. പിന്നെ അവർ പുതിയതുണ്ടാക്കി. ഇപ്പം അവർ നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്കൊരു അവസരം കൊടുക്കാനും കൂടി സാധിച്ചു കൂടെ ഉണ്ടായിരുന്ന. അതെ അവർ ഇപ്പോൾ നമ്മളായിട്ട് ഇപ്പം ബന്ധങ്ങളുണ്ട്. അവർ ഇപ്പം നമ്മൾ ചോദിക്കും ഞാനാണെന്നുണ്ടെങ്കിൽ അവരെ പിന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കും. പക്ഷേ അത് നന്നായിട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ടിക്കറ്റും ചെയ്യുന്നു. നമ്മളാണല്ലോ അത് തുടങ്ങി വെച്ചത്. അപ്പോൾ അത് ഇൻഷാ അല്ലാ അതും നന്നായിട്ട്. മറ്റെന്തെങ്കിലും പുതിയ ബിസിനസ് കൊണ്ടുവരാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളിപ്പോൾ പിന്നെ അതിനുള്ള ഒരു ചുറ്റുപാടിലില്ല. ഞാൻ പിന്നെ സോഷ്യൽ വർക്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ സജീവം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ 96 ശരിക്കും ഇത്രയും ബിസിനസ്സുകളും കൂടെ ഇതിൻ്റെ ഒന്നിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. കാര്യം പലതിൽ എൻഗേജ്ഡ് ആണ്, പക്ഷെ അത് ഇത്രയും ഡീപ്പാണ് അങ്ങനെ ഒരു തിങ്കിങ് ഇപ്പോഴാണ്. അത് പിന്നെ നമ്മൾ പിന്നെ അതിൽ നമ്മൾക്ക് ഒരു എന്താ പറയുക അപ്രോച്ച് നമ്മൾ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മൾ ഫാഷൻ. അപ്പോൾ അത് KMCCയിൽ നമ്മൾ ജോയിൻ ചെയ്ത പിന്നെ ഞാനത് വിട്ടു തന്നില്ല. അത് പിന്നെ എല്ലാ ദിവസങ്ങളും അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ റമദാനിലത് കൂടുതൽ എൻഗേജ് ചെയ്തു എല്ലാ സമയത്തിലും. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോഴും KMCC ഫുൾ ടൈം പിന്നെ ഇത് എൻഗേജ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അന്ന് നമ്മൾ രാത്രി ആയാലും പിന്നെ നമ്മൾ എന്ത് വെച്ചാൽ വേറൊന്നും ഹോബി ഇല്ലല്ലോ. നമ്മൾ ഒരു 8 മണി ആയി നേരെ KMCC ഓഫീസിൽ പോകും. അവിടെ കുറേ ഇരുന്ന് പിന്നെ ഒരു 10-11 മണിയാകുമ്പോൾ അതൊരു ആശ്വാസം കൂടിയാണ്. അങ്ങനെ തുടർന്നുകൊണ്ട് അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുന്നല്ലോ എന്നുള്ള കോവിഡിൽ നമ്മൾ ചെയ്ത ഒരു സഹായം വലിയൊരു സഹായമായിരുന്നല്ലോ. നമ്മൾ അന്ന് അൽബർഹായിരുന്നു ഓഫീസ്. അന്ന് നമ്മൾ പിന്നെ കോവിഡിൽ ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടിയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും വിളിച്ചു തരില്ല സഹായം ഇങ്ങോട്ടേക്ക്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെല്ലാം പറയാറുണ്ടല്ലോ ലോകാവസാനം എന്നുള്ളത്. ആ രീതിയിൽ ചിന്തിച്ചു പോയൊരു നിമിഷം അത് നമുക്ക്. ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ട് എവിടെ നിന്നെല്ലാം വിളിച്ചു പറയും നിങ്ങൾക്ക്. അപ്പം ഞാനൊക്കെ ചെയ്യാറെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ കിറ്റൊക്കെ കിട്ടും. പിന്നെ എല്ലാ ആളുകളും തരും. ലുലു ഗ്രൂപ്പ്, മദീന ഗ്രൂപ്പ്, പിന്നെ സഫാരി എല്ലാവരും എല്ലാവരും കിറ്റ് തരും. അപ്പം ഞങ്ങളൊക്കെ ചെയ്യാറെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോകണ്ടേ എവിടെയെങ്കിലും. അപ്പം ഞാൻ എൻ്റെ വണ്ടിയിൽ ഒരു 8-10 ഇടും. എന്നിട്ട് ഓരോ വീട്ടിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ഗേറ്റേ വെക്കും. വെച്ചെങ്കിൽ അവിടെ കോവിഡ് പോസിറ്റീവുള്ള ആളുണ്ടെങ്കിൽ അവർ ചോദിക്കും. അവർ ഫോൺ ചെയ്ത് പറയും ഞങ്ങൾക്ക് ഫുഡില്ല കഴിക്കാൻ, അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് എവിടെ. ശരിക്കും ഓരോരാൾ വിളിച്ച് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? പെട്ടുപോയി. പിന്നെ ഇവിടെ നൈഫിൽ നമ്മൾ കാസർഗോഡുകാരാണ് അതിന് ഏറ്റവും മുൻകൈ എടുത്തത്. എല്ലാവരും സന്നദ്ധമായി ഇറങ്ങി ഒരുപാട് ടീംസ് ഉണ്ടാക്കുന്നു, ക്വാറന്റൈനിന് ഇറങ്ങുന്നു, നേരിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങുന്നു, ബാക്കി സംഭവങ്ങളിൽ പേടിയില്ല, ആരും ചെക്ക് ചെയ്യില്ല. ഇപ്പം ഞാൻ പിന്നെ കോവിഡിൽ 1 വർഷം വരെ നമ്മൾ പിന്നെ ഇത് ബ്ലഡ് ചെക്ക് ചെയ്തിട്ടില്ല. എന്താ പോസിറ്റീവായി പോയാൽ പിന്നെ നമ്മൾ നിന്ന് പോകുമല്ലോ. അപ്പോൾ പിന്നെ ക്വാറന്റൈനിൽ പോകണ്ട 14 ദിവസം ക്വാറന്റൈനിൽ പോകേണ്ട ആ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. പിന്നെ നമുക്കൊന്നും തോന്നിയിട്ടില്ല ഇതിപ്പം മരണപ്പെട്ടു. പക്ഷെ അത് ആ സമയത്താണ് ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഇറങ്ങാം. വിറങ്ങലിച്ച് പേടിച്ച് റൂമിൻ്റെ അകത്ത് ഫ്ലാറ്റിൽ ഇല്ല നമ്മൾ എല്ലാ ദിവസവും ഇറങ്ങും. നമ്മൾ പോകും
KMCC ഓഫീസ് പോകും. പിന്നെ ക്വാറന്റൈൻ ഉണ്ടായിരുന്നു 14 ബിൽഡിങ്ങോളം ഗവൺമെൻറ് നമുക്ക് അലോട്ട് ചെയ്തു. അതാ ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് തന്നു. അവിടത്തേക്ക് ഈ ആളുകളെ അവർ തന്നെ വന്ന് കൊണ്ടുപോകും. നമ്മളൊന്ന് ജസ്റ്റ് പിന്നെ അവരെ കയറ്റി കൊടുത്താൽ മതി. പിന്നെ അങ്ങനെ അത് ഈ ഒരുപാട് അന്ന് ചെയ്തു. നമ്മളന്ന് അതിനുശേഷം ഒരുപാട് ചാർട്ടർ ഫ്ലൈറ്റ് ചെയ്ത് KMCC. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി അന്ന് 37 ഫ്ലൈറ്റുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അവരോട് ചെറിയ അന്ന് 2000-3000 ടിക്കറ്റ് സമയത്ത് അവരോട് കോസ്റ്റ് മാത്രമേ നമ്മളന്ന് കളക്ട് ചെറിയ ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. കഴിയുന്ന ആളുകളോട് സാമ്പത്തികമായിട്ടുള്ള ആളുകളോട് പിന്നെ കുറച്ച് അതിൻ്റെ കോസ്റ്റ് വാങ്ങി, മറ്റാളുകളോട് ഞങ്ങൾ പിന്നെ അങ്ങനെ ചെയ്തു. പിന്നെ അതിൽ ഞങ്ങൾക്ക് വളരെ വെച്ചെങ്കിൽ ഒരുപാട് ആളുകൾ അന്നിങ്ങനെ റഷായിരുന്നു. എങ്ങനെയെങ്കിലും ഒരിക്കൽ നാട്ടിലെത്തിപ്പെട്ടാൽ മതി എന്ന് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു എന്നൊക്കെ. പിന്നെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗൾഫിൽ നമ്മുടെ ഗൾഫ് ജീവിതം സന്തോഷം എന്ന് തന്നെ പറയാം. ഫൈനാൻഷ്യലായാലും മാനസികമായാലും എല്ലാ തരത്തിലും കുടുംബപരമായിട്ടും എല്ലാ തലത്തിലും നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് പിന്നെ ഗൾഫ് നമുക്ക് UAE ദുബായ് പ്രത്യേകിച്ച് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ മുമ്പിൽ കടന്നുപോയി. നമ്മുടെ ജീവിതാവസാനം വരെ ഇതേ തന്നെ രീതിയിൽ തന്നെ തുടർന്നു പോകണമെന്നുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അതേപോലെ പലപ്പോഴും പലതും മറികടന്ന കോവിഡ്, സാമ്പത്തിക മാന്ദ്യങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, ഇപ്പോൾ നിലനിൽക്കുന്ന ഇതേപോലെയുള്ള അനിശ്ചിതാവസ്ഥ, ഇതും വളരെ എളുപ്പത്തിൽ കടക്കുമെന്ന് അംസച്ചാക്ക് 100% ഉറപ്പല്ലേ? നമ്മൾ ഇതിനെ അതിജീവിക്കും? 100% ഇതും നമ്മൾ അതിജീവിക്കും എന്നുള്ളത് 100%. കാരണം UAE സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇവിടെ ഒരു പോറലേൽക്കില്ല. കാരണം ഒരുപാട് ആളുകൾക്ക് നന്മയും ഗുണവും പിന്നെ എല്ലാ തലത്തിലും സഹായം ചെയ്ത ഒരു രാജ്യമാണ്. സഹിഷ്ണുതയും സമാധാനവും മാത്രം അതുകൊണ്ട് തന്നെ UAE സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് എല്ലാ കാലവും എല്ലാ വിഷമങ്ങളും കടന്നു പോകും എന്നുള്ളത് നമുക്ക് എല്ലാ പ്രൗഢിയോടെ തലയുയർത്തി നമ്മൾ തിരിച്ചു നിൽക്കും എന്നുള്ളത്. അതേപോലെ ഭാവി തലമുറക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഹംസച്ച? ഭാവി തലമുറക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ലൊരു മെസ്സേജ് വെച്ചാൽ നമ്മളെപ്പറ്റി കൂടുതൽ ചിന്തിക്കണം. നമ്മളേതായിട്ട് വളരണം. കാരണം നമ്മൾ ലോകത്തെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റിയോ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആരാവണം എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം. ഒരുപാട് സംഘടനകളുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യവും KMCCയിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ KMCC മെമ്പറാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരാണ്. പക്ഷേ നമ്മൾ ഫുൾ ടൈം അതിലേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമ്മളെ കുടുംബം പട്ടിണിയാവും. നമ്മളൊരു 60-70% നമ്മളെ കുടുംബത്തിന് വേണ്ടി നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. പിന്നീട് നമ്മൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും അതുപോലെ നാട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ കൂടുതലും നമ്മളെപ്പറ്റി ചെയ്യുക. നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ചെയ്താൽ, എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു, വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നമ്മൾ നീങ്ങിയാൽ, നമ്മൾ എല്ലാവരോടും പെരുമാറ്റത്തിൽ നമ്മൾ വിനയഭാവം കാണിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ പടച്ചവൻ്റെ സഹായം നമുക്കെന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. അത് തന്നെയാണ് എനിക്ക് ഇനി വരുന്ന ഭാവി തലമുറക്കും കൊടുക്കാനുള്ളത്. അതേപോലെ കാസർഗോഡിൻ്റെ വികസന സ്വപ്നങ്ങൾ ഒരുപാട് ബാക്കി നിൽക്കുന്നുണ്ട്. പുതിയ വന്ന ജനപ്രതിനിധികളുണ്ട്. പ്രത്യേകിച്ചും എല്ലാവരുമായിട്ട് നേരിട്ട് ഇടപെടാനുള്ള ബന്ധവും അല്ലെങ്കിൽ നേരിട്ട് വിളിക്കാനുള്ള സ്വാധീനവും ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഹംസച്ച. അതേപോലെ തന്നെ ഏറ്റവും മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ ഒരു സജഷൻ എന്തായിരിക്കും പുതിയ പ്രതിനിധികളോട്? കാസർഗോഡിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഈ കാസർഗോഡ് നിന്നുള്ള സമാജികർ അതിന് വേണ്ടിയിട്ട് അത് പിന്നെ അതിന് പിന്നെ എന്താ പറയുക മുൻതൂക്കം കൊടുത്തുകൊണ്ടിട്ടുള്ളൊരു പ്രവർത്തനം, അതിനുശേഷം മറ്റുള്ള പ്രവർത്തനമായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കാസർഗോഡ് വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നെങ്കിലും മറ്റുള്ള ജില്ലകളെ നോക്കുമ്പോൾ ഇന്നും നമ്മൾ പിന്നോക്കം തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ജില്ലയെ വിദ്യാഭ്യാസപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുവാനും, അതുപോലെ തന്നെ നമ്മളെ ഏറ്റവും വലിയൊരു വിഷമം എന്ന് പറയുന്നത് നമുക്ക് ഈ ഹോസ്പിറ്റലുകൾ കാര്യങ്ങളിലുള്ള വളരെ ആതുര സേവന രംഗത്ത് വളരെ പിന്നോക്കാണ് നമ്മൾ. അപ്പോൾ അതിലും കൂടി നമ്മൾക്ക് ഗവൺമെൻറ് തലത്തിൽ തന്നെ നമുക്ക് പാവങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആതുര സേവനം രംഗം സജീവമാക്കാൻ മുൻപന്തിയിൽ മുന്നിട്ടിറങ്ങണമെന്ന് മാത്രമേ. അങ്ങനെ ആണെങ്കിൽ പ്രവാസി എന്നതിൽ കൂടെ അതേപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്കും താങ്കൾ അകമഴിഞ്ഞ ഏത് തരത്തിലുള്ള സപ്പോർട്ടിന് റെഡിയാണെന്ന് കൂടിയാണ് ഹംസച്ച മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും അതെ, നമ്മളെ ഭാഗത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമുക്ക് പിന്നെ ഇനി സാമ്പത്തികമായാലും ശാരീരികമായാലും എല്ലാ തലത്തിലും നമ്മുടെ പിന്നെ പരിചയം വെച്ചായാലും
എല്ലാ തലത്തിലും നാടിൻ്റെ ഈ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ ആതുര സേവന രംഗത്തും സഹായിക്കാൻ വ്യക്തിപരമായിട്ടും ഞങ്ങൾ സംഘടനാപരമായിട്ടും നമ്മളൊക്കെ എന്നും മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. ഓക്കെ സാർ, വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഞങ്ങൾ വിളിച്ച് നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നതിനും താങ്കളുടെ ഈ ഒരു ലെഗസി പുതിയൊരു ജനറേഷന് ഒരു ഇൻസ്പയറിങ് ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ തന്ന ഈ ഒരു അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സർ.